ഒരു പോലീസിനെ വിളിച്ചിട്ട് പോലീസ് അങ്കിൾ ബസ്തക്കന ഹൊയ്യ എന്ന് പറയുന്ന ഒരു വീഡിയോ, അത് വളരെയധികം വൈറലായി. ബാൽ നരേന്ദ്ര എന്ന് പറയുന്ന ഒരു റീൽ കണ്ടില്ലേ? പോലീസ് തല്ലാൻ വേണ്ടി ലാത്തി പൊക്കി പിടിക്കുമ്പോ ദേശീയഗാനം പ്രയോഗിക്കുക. അപ്പോ നമ്മൾ ഈ സ്റ്റാച്യു എന്നൊക്കെ പറഞ്ഞ് നിൽക്കാറില്ല, അതുപോലെ പോലീസിനെ തന്നെ അവിടെ സ്തബ്ധരാക്കുന്ന നിലയിലേക്കുള്ള സമരം. അങ്ങനെ വ്യത്യസ്തമായ കുറെ അനുഭവങ്ങളുണ്ട്. അന്നേരം നമ്മള് ഇന്ത്യയിൽ ഇപ്പോഴും ഇങ്ങനത്തെ ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ വിചാരിക്കും. പ്രൈം മിനിസ്റ്റർ റെസ്പെക്ടഡ് സാർ, താൻ ഒഡീഷയിലേക്ക് വാടാ എന്ന് എഴുതിയിട്ട് കണ്ടിരുന്നു. അങ്ങനെ ഒരു സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് നമ്മളെ സമരത്തിനൊന്നും പറ്റാൻ പോകുന്നില്ല. പോലീസുകാരെ പുറകെ ഓടിച്ചിട്ട് സബ്വേ സർഫസ് BGM ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുന്ന പയ്യന്മാരെ നമ്മൾ കണ്ടു. ബാരിക്കേഡിന്റെ അപ്പുറത്തും ഒന്ന് ഷട്ടിൽ കളിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടു. ഡെഫിനറ്റ്ലി ഒരു യൂത്ത് ലെഡ് മൂവ്മെന്റ് ആയിരുന്നു. ഇന്ത്യ രാജ്യത്തെ സംഘപരിവാർ ഭരണകൂടത്തിനെതിരായ ഒരു ഫ്രസ്ട്രേഷനാണ് യുവതലമുറ ഈ സമരത്തിലൂടെ കാണിച്ചത്. അത് തുടരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് വേറെ ചോയ്സ് ഇല്ല, അവർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അടുത്ത വോട്ടേഴ്സ് ഡെൻസിഡ് ആണ് വരുന്നത്. ഇന്ത്യൻ മിഡിൽ ക്ലാസിന്റെ മക്കളാണ് സമരത്തിന് വന്നത്. നമ്മളെ ഭയങ്കര പെസിമിസ്റ്റിക് ആക്കുന്ന ഒരു രാജ്യമായിട്ടാണ് എനിക്കിതൊരു ഇന്ത്യ ഫീൽ ചെയ്തത് അൺടിൽ ദിസ് പ്രൊട്ടസ്റ്റ് ഹാപ്പൻ. ഇന്ത്യയിൽ നിന്ന് മൊത്തം കിട്ടുന്ന ഒരു സപ്പോർട്ടായിരുന്നു ആ ഭക്ഷണ പൊതികളിൽ കൂടെ ജന്തർ മന്ദറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. JNUവിലെ വിദ്യാർത്ഥി നേതാവായിരുന്ന ഉമർ ഖാലിദ് 5 വർഷമായി ഇപ്പൊ ജയിലിലാണ്. അദ്ദേഹം യുവാവാണ്. നജീബ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ കാണാതായി. എവിടെയാണ് നജീബ് എന്ന ചോദ്യം നിരവധി തവണ നമ്മൾ ചോദിച്ചു. സോനം വാങ്ചുക്കിനെ വെള്ള തുണി മറച്ചുകൊണ്ടാണ് എടുത്തുകൊണ്ട് പോയത്, തട്ടിക്കൊണ്ടുപോയത് എന്ന് വേണം കൃത്യമായി പറയാൻ. തോന്നുന്നത് പോലെ സംസാരിക്കാൻ അല്ലെങ്കിൽ തോന്നുന്നത് പോലെ ആശയങ്ങളെ കൺവേ ചെയ്യാനുള്ളതാണ് എന്നുള്ള ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡോടെ ഞാൻ അതിനകത്താണ്. ഡൽഹിയിൽ സമരം ചെയ്യുന്ന ആളുകൾക്ക് കൊള്ളുന്ന അടി എനിക്കൂടെ കൊള്ളുകയാണ്. അവർക്ക് വിശക്കുമ്പോൾ അത് എനിക്കും കൂടെയുള്ള വിശപ്പാണ്. അവർക്ക് കുടിവെള്ളം കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ കൂടെ ജീവനെ നിലനിർത്തേണ്ടതാണ് എന്ന് ഈ രാജ്യത്തെ പല കോടി മനുഷ്യർക്ക് തോന്നുകയും അവരെല്ലാം ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ചെയ്യുന്നതല്ല അവസാനം നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള സാധനമാണ്. നമുക്ക് നല്ലതായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഈ ഫൈറ്റ് മൊത്തം. ഒരു ആക്ഷേപഹാസ്യ പ്ലാറ്റ്ഫോമായി ആരംഭിച്ച് ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിലേക്ക് എത്തി നിൽക്കുകയാണ് CJPയുടെ കഥ. തുടക്കത്തിലൊക്കെ ഒരു നിസ്സാരമായ വിദ്യാർത്ഥി പ്രക്ഷോഭമായി കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളിയൊരു പ്രക്ഷോഭം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റീലെടുക്കേണ്ട അവസ്ഥയിൽ വരെ എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് നമുക്കൊപ്പമുള്ളത് CJP പ്രതിനിധി ഇഷ മറിയം ഹാരിസും SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് സാദിഖുമാണ്. വെൽക്കം. CJPന്റെ സമരം ഇപ്പോൾ വലിയൊരു വിജയമായിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഒരുപാട് നിരന്തരം സമരത്തിന്റെ ഒടുവം ഇപ്പം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിലേക്ക് എത്തി. ഇനി CJPയുടെ ഭാവി എന്തായിരിക്കും? ഒരു രാഷ്ട്രീയ മുന്നണിയായിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് മാറാനുള്ള സാധ്യത അങ്ങനെ ഇല്ലെന്ന് ആദ്യമേ അവർ ക്ലിയർ ആക്കിയതാ. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പറയുന്നത് വരെ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആദ്യമേ അവർക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ വിജയമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു വിജയമാണോ, പക്ഷെ ഇതൊരു വലിയ വിജയമാണോ? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ എല്ലാ പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ് നമ്മളിപ്പോൾ ഈ തെറ്റുകളെല്ലാം സംഭവിക്കുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കാത്ത വ്യക്തി ആ പൊസിഷനിൽ നിന്നും ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടുള്ളതിൽ നിന്നും മാറ്റുക എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ്. ഇൻകോമ്പറ്റന്റ് ആയിട്ടുള്ള ആളെ മാറ്റി അടുത്ത കോമ്പറ്റന്റ് ആണെന്ന് നമുക്ക് ഇപ്പോഴും പുതിയ വന്ന ആൾ ഉറപ്പില്ല. ബട്ട് സ്റ്റിൽ ആ ആളെ റീപ്ലേസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു കുഞ്ഞ് സ്റ്റെപ്പായിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഫുൾ ഫ്രം ദ ബോട്ടം നമ്മൾ മൊത്തം അഴിച്ചു പണിഞ്ഞ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എങ്ങനെയാണ് ഇതിന് നോക്കിക്കാണുന്നത്? അതായത് CJP ഒരു രാഷ്ട്രീയ മുന്നണിയായിട്ട് ഇനി ഭാവിയിൽ മാറാനുള്ള സാധ്യതയുണ്ടോ? എന്തായിരിക്കും CJPന്റെ ഭാവി എന്നാണ് സാദിഖ് വിചാരിക്കുന്നത്? CJPയുടെ ഭാവിക്കപ്പുറം ഈ സമരത്തിന്റെ ഭാവി എന്താണ് എന്നുള്ള ഒരു ആലോചന നമ്മൾ നടത്തുന്നതായിരിക്കും പ്രധാനം. കാരണം ഇത് കേവലമായൊരു CJPയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെയോ പ്ലാറ്റ്ഫോമിൻ്റെയോ വിജയമല്ല. ഇത് ജനാധിപത്യ ഇന്ത്യ മുന്നോട്ട് വെച്ച അനേകം ആശയങ്ങൾ കൂടിയാണ് ഇവിടെ വിജയിക്കുന്നത്. അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ വലിയൊരു സമരം കൂട്ടായ്മ എല്ലാമാണ് ജയിക്കുന്നത്. അപ്പം ആ നിലയിൽ ആ സമരങ്ങൾക്ക് തുടർച്ചയുണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അത് ഞാൻ പറയാനുള്ള കാര്യം ഇത് ആദ്യത്തെ സമരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. 2014 മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ രാജ്യത്ത് അനേകം സമരങ്ങൾ നടന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരം, കർഷക വിരുദ്ധ ഓർഡിനൻസിനെതിരായ സമരം, ഗുസ്തി താരങ്ങളുടെ സമരം, ഇങ്ങനെ നിരവധിയായ സമരങ്ങളുണ്ട്. ആ സമരങ്ങളിലെല്ലാം അണിനിരന്ന ഇന്ത്യൻ ജനത വ്യത്യസ്ത ശബ്ദങ്ങളാണ് ഉയർത്തിയത്. ആ ശബ്ദങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു ശബ്ദമായി ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട സമരം മാറിയെന്നേ ഉള്ളൂ.
ആ സമരത്തിൽ അനേകം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും സാമൂഹിക കൂട്ടായ്മകളും എല്ലാം അണിനിരന്നിട്ടുണ്ട്. ഞാൻ പ്രതിനിധീകരിക്കുന്ന SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇതിന്റെ ഭാഗമായിരുന്നു. ASFും ഐസയും അടക്കമുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഇതിന്റെ ഭാഗമായിരുന്നു. മറ്റനേകം കൂട്ടായ്മകൾ. CJP അതിന് വലിയൊരു വിസിബിലിറ്റി നൽകുന്നതിൽ പങ്കുവഹിച്ചു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ സമരം കഴിഞ്ഞ ഒരു ഇവന്റ് കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞു പോകുന്നത് പോലെയോ ഉത്സവം കഴിഞ്ഞ് ഒഴിഞ്ഞ ഒരു പൂരപ്പറമ്പ് പോലെയോ അല്ല നമ്മൾ ഡൽഹിയെ കാണേണ്ടത്. ഇനിയും സംഘടിക്കാവുന്ന, ഇനിയും തുടർച്ചയായി പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാവുന്ന ഒരു ഇടമായി ഡൽഹി മാറും എന്നുള്ളതാണ്. ആ സമരത്തിന് നേതൃത്വം നൽകിയ SFI നേതാവും JNU-SU മുൻ പ്രസിഡന്റുമായ ঐশী ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ഇന്ന് പോലീസ് വന്നിട്ടുണ്ട് AKG ഭവനിൽ. അതിനെതിരായ ഒരു പ്രൊട്ടസ്റ്റ് കോൾ ഈ രാജ്യത്ത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. സ്വാഭാവികമായും അതിനെതിരായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ഈ ഗവൺമെന്റ് ഈ സമരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് നൽകിയ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാതെ, വാക്ക് പാലിക്കാതെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും ഈ സമരം വീണ്ടും ഗ്യാദർ ചെയ്യപ്പെടും. അതിൽ CJP ഉണ്ടാകും, മറ്റു കൂട്ടായ്മകളെല്ലാം ഉണ്ടാകും. ഇന്ത്യ രാജ്യത്തെ സംഘപരിവാർ ഭരണകൂടത്തിനെതിരായ ഒരു ഫ്രസ്ട്രേഷനാണ് യുവതലമുറ ഈ സമരത്തിലൂടെ കാണിച്ചത്. അത് തുടരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുവെയുള്ള അവരുടെ ഒരു സമീപനം സമരങ്ങളോടും പ്രതിഷേധങ്ങളോടും ഒക്കെ നിഷേധാത്മകം തന്നെ ആയിരുന്നു. കർഷക സമരമാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സമയത്തൊന്നും ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. കുറേ കാലം അദ്ദേഹം പ്രതികരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. ഏറ്റവും അവസാനം 1-2 വർഷം കഴിഞ്ഞ ശേഷമാണ് കർഷകരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ അവസാനം മുട്ടുമടക്കേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ മുട്ടുമടക്കൽ അതായിരുന്നിരിക്കാം. ഒരുപക്ഷെ അതിന് ശേഷമുള്ള വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ള മുട്ടുമടക്കലാണ് ഇപ്പം CJPന്റെ പ്രതിഷേധത്തോടു കൂടി, CJP മാത്രമല്ല വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിന് മുന്നിൽ കണ്ടത്. അപ്പം ഇതിനെ ഒരു യുവാക്കളുടെ ഒരു ആംഗിൾ നോക്കുമ്പോൾ യുവാക്കളുടെ വിക്ടറി അല്ലേ ഇത്? ഈ പ്രൊട്ടസ്റ്റ് മൊത്തത്തിൽ നമ്മൾ പ്രൊഡോമിനന്റ്ലി യൂത്ത് തന്നെ ആയിരുന്നുവെങ്കിലും ഐ വുഡ് സേ മറ്റ് ജനറേഷനിലുള്ള പ്രൊട്ടസ്റ്റേഴ്സും ഒരുപാടുണ്ടായിരുന്നു. അവർക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടിടത്ത് നമ്മൾ കൊടുക്കണം. ഡെഫിനറ്റ്ലി ഒരു യൂത്ത് ലെഡ് മൂവ്മെന്റ് ആയിരുന്നു. പക്ഷെ എന്നാൽ ആ ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ നയിക്കുന്ന ഒരു ഇതിൽ സോനം വാങ്ചുക് പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു. സോ എനിക്കൊന്നു യൂത്തിന്റെ ആണ് ഐ വുഡ് സേ ആ ഒരു എനർജി അവിടെ കണ്ടത് യൂത്തിന്റെ ആണെങ്കിലും, പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതി മറ്റ് ജനറേഷനിൽ ഉള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള പല മനുഷ്യരും മുന്നോട്ട് വന്നത് അതിനെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു തോന്നൽ ഞാൻ പറയാം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പങ്ക് സ്വാഭാവികമായിട്ടുണ്ട് ഈ സമരത്തിൽ. അവർ തന്നെയാണ് ഇതിന്റെ ഒരു വിസിബിൾ ആയ ഒരു വലിയ ഭാഗം. ആ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കിയെന്നും പറയാം. പക്ഷെ അതിന് ഒരു ക്ലാസ് എലമെന്റ് കൂടെ കാണാൻ ഞാൻ വിചാരിക്കുന്നു. കാരണം ഇന്ത്യൻ മിഡിൽ ക്ലാസിന്റെ മക്കളാണ് സമരത്തിന് വന്നത്. നേരത്തെ കർഷക പ്രക്ഷോഭത്തിൽ അണിനിരക്കുന്നത് ഇന്ത്യയിലെ അടിസ്ഥാന വർഗമാണ്. കർഷക ജനത, കർഷക തൊഴിലാളികൾ, കർഷകർ. അവരുടെ നട്ടലൊടിക്കുന്നു, അവരുടെ അന്നം മുടക്കുന്നു. അതായിരുന്നു അവിടെ പ്രശ്നം. അപ്പം പലപ്പോഴും മധ്യവർഗത്തിന് അത് നോവിച്ചിട്ടില്ല. അത് കർഷകരുടെ പ്രശ്നമല്ല, കർഷകരായിക്കോളും. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ അതിനെതിരായ സമരം അത് മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമല്ല. ഗുസ്തി താരങ്ങളുടെ പ്രശ്നം അവരുടെ പ്രശ്നമല്ല. അല്ലെങ്കിൽ അഗ്നിപഥിനെതിരായ സമരം അത് സൈനികരാകാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കുറച്ച് ആളുകളുടെ പ്രശ്നമല്ലേ. അങ്ങനെ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന്റെ പ്രശ്നമാക്കി മാറ്റാൻ സാധിച്ചിരുന്നു. ഈ സമരങ്ങളിലെല്ലാം പൊതുവായി കണ്ടൊരു എലമെന്റ് ഭരണകൂടത്തിന് ഈ സമരങ്ങളെല്ലാം രാജ്യദ്രോഹികളുടെ സമരം അല്ലെങ്കിൽ ദേശ വിരുദ്ധരുടെ സമരം എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്താനും എളുപ്പമായിരുന്നു. പക്ഷെ ഈ സമരം മധ്യവർഗത്തിന്റെ മക്കളാണ്, മിഡിൽ ക്ലാസിന്റെ മക്കൾ പഠിച്ച് നീറ്റോ നെറ്റോ ഒക്കെ ക്ലിയർ ചെയ്ത് നല്ല ഒരു എഡ്യൂക്കേഷൻ സമ്പാദിച്ച് അതിലൂടെ അവർക്ക് ജോലി നേടി അങ്ങനെ കുടുംബത്തെ മെച്ചപ്പെടുത്താമെന്ന് വിചാരിച്ച അതുവരെയുള്ള വലിയ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സുകളിൽ ഒന്നും ഭാഗമാകാതിരുന്ന ആളുകൾ അവരുടെ ജീവിതത്തെ തൊട്ടപ്പോൾ അല്ല അവർക്ക് വേദനിച്ചപ്പോൾ തെരുവിലിറങ്ങി എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരു മധ്യവർഗത്തിന്റെ ഒരു വലിയ ഒരു പുഷ് ഈ സമരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ വോട്ട് ബേസും കൂടിയാണ് ഈ മധ്യവർഗം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോഴും നമ്മൾ മറക്കാതിരിക്കേണ്ട ചില പേരുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ 2014 മുതൽ ആരംഭിച്ച സമരങ്ങൾ പറയുമ്പോൾ യുവാക്കളും വിദ്യാർത്ഥികളും നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. JNUവിലെ വിദ്യാർത്ഥി നേതാവായിരുന്ന ഉമർ ഖാലിദ് 5 വർഷമായി ഇപ്പൊ ജയിലിലാണ്. അദ്ദേഹം യുവാവാണ്. ട്രയൽ പോലും ഇല്ലാതെയാണ് ഉമർ ഖാലിദ് അകത്തിൽ. അതേപോലെ സഞ്ജയ് ഭട്ടിന്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. നജീബ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ കാണാതായി. എവിടെയാണ് നജീബ് എന്ന ചോദ്യം നിരവധി തവണ നമ്മൾ ചോദിച്ചു. ഇപ്പോൾ ആ കേസ് ക്ലോസ് ചെയ്തു എന്നുള്ള 75 വയസ്സുള്ള ഒരാൾ, അദ്ദേഹത്തെ വേണമെങ്കിൽ നമുക്ക് ചെറുപ്പക്കാരെന്ന് വിളിക്കാം. പ്രബീർ പുർക്കാസ് ന്യൂസ് ക്ലിക്കിന്റെ സ്ഥാപകനാണ്. ബദൽ മാധ്യമ പ്രവർത്തനം എന്താണെന്ന് ലോകത്തിന് തന്നെ മാതൃകയായി മുന്നോട്ട് വെക്കാവുന്ന ഒരു മാധ്യമമാണ് ന്യൂസ് ക്ലിക്ക്. ന്യൂസ് ക്ലിക്കിന്റെ സ്ഥാപകനായ പ്രബീർ പുർക്കായസ്തെ 75-ാം വയസ്സിൽ തടവിലിട്ടിട്ട് 7 മാസമാണ്.
ഇപ്പൊ ആ കേസ് ഏതാണ്ട് കോഷ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിരവധിയായ സമരങ്ങൾ നമ്മൾ കണ്ടു. ഈ സമരങ്ങളുടെ എല്ലാം തുടർച്ചയിൽ വന്ന ഒരു സമരം, അതിൽ യുവാക്കളും വിദ്യാർത്ഥികളും അണിനിരന്നു. ഒരു ജൻസി പ്രക്ഷോഭത്തിന്റെ ഒരു മൂടും കൂടെ വന്നതോടുകൂടി അത് വലിയൊരു സംഭവമായി, ഒരു ചരിത്രമായി മാറിയെന്ന്. ഈ ഒരു സമരത്തിന്റെ ഒരു വേറൊരു ആംഗിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് പൊതുവെ ജൻസി പ്രക്ഷോഭം അല്ലെങ്കിൽ ജൻസി പ്രതിഷേധം എന്നുള്ള നിലയ്ക്കാണ് പോർട്രേ ചെയ്യപ്പെട്ടത്. കൂടുതലും ഇതിന്റെ വാർത്തകൾ കൂടുതൽ ആൾക്കാർ അറിഞ്ഞതും എല്ലാം ഇൻസ്റ്റഗ്രാം ത്രൂ ആണ്. അപ്പോൾ അതിന്റെ സമര രീതികളും കുറെ കൂടെ ഡിഫറെൻ്റ് ആയിരുന്നു. തുടക്കം മുതൽ തന്നെ നമ്മൾ ഈ റീൽസിലെല്ലാം കാണുന്ന പോലെ പോലീസുകാരെ പുറകെ ഓടിച്ചിട്ട് സബ്വേ സർഫസ് BGM ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുന്ന പയ്യന്മാരെ നമ്മൾ കണ്ടു. ബാരിക്കേഡിൻ്റെ അപ്പുറത്തും നിന്ന് ഷട്ടിൽ കളിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടു. അപ്പോൾ ആ പ്രതിഷേധ രീതി SFIൻ്റെ ഒരു രീതി ഓഫ് പ്രൊട്ടസ്റ്റിൻ്റെ അതിനും ഡിഫറെൻ്റ് ആണ് ഇപ്പോഴത്തെ ഈ പ്രൊട്ടസ്റ്റ്. അപ്പം ഇതിൽ നിന്ന് എന്താണ് SFI നേതാവ് എന്നുള്ള നിലയ്ക്ക് പഠിച്ചൊരു പാഠം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ലേൺ ചെയ്തിട്ടുണ്ടോ ഈ ഒരു പ്രൊട്ടസ്റ്റിൽ നിന്ന്? അല്ല, ഈ സമരത്തിന്റെ രീതികളിലെ എല്ലാ തരം രീതികളും ഉണ്ട്. കാരണം നിരാഹാര സമരമാണല്ലോ ഈ സമരത്തിന്റെ ഒരു പ്രധാന ആയുധം. നിരാഹാര സമരം ഗാന്ധിയുടെ സമരായുധം. അതേപോലെ ഇന്ത്യ രാജ്യത്ത് അനേക കാലങ്ങളിൽ തുടർന്നു വന്നൊരു സമരരീതി ഒരു വശത്ത് തുടരുന്നുണ്ട്. സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം SFI നേതാക്കളായിട്ടുള്ള ആദർശും ഐഷി ഘോഷും തുടർന്ന സമരം, ASF നേതാവായ നേഹ ബോറയുടെ നിരാഹാര സമരം. ഒരു വശത്ത് നിരാഹാര സമരം ഇതിന്റെ സമരായുധമായി നിൽക്കും. പിന്നീട് ഉണ്ടാകുന്നതെല്ലാം ആ സമരത്തോട് സ്റ്റേറ്റ് എങ്ങനെ നേരിടുന്നു എന്നുള്ളതിനനുസരിച്ചാണ് സമരരീതികൾ ഉണ്ടാവുക. നിരാഹാര സമരം തുടങ്ങി, അവിടെ വിവിധ കോർണറുകൾ സെറ്റ് ചെയ്യപ്പെട്ടു, അവിടെ പോസ്റ്ററുകൾ ഉണ്ടാവുന്നു, കൾച്ചറൽ ഇവന്റ്സ് എല്ലാം സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഒരു സമരം പോകുമ്പോൾ ആ സമരത്തോട് പോലീസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് പിന്നീട് സമരം ഉണ്ടാവുക. സോനം വാങ്ചുക്കിനെ വെള്ള തുണി മറച്ചുകൊണ്ടാണ് എടുത്തുകൊണ്ട് പോയത്, തട്ടിക്കൊണ്ടുപോയത് എന്ന് വേണം കൃത്യമായി പറയാൻ. ആ സംഭവത്തിന് ശേഷമാണ് വലിയ പാർലമെന്റ് മാർച്ച് ഉണ്ടാവുക. ആ പാർലമെന്റ് മാർച്ചിന് ശേഷമാണ് സമരരീതി മാറുന്നത്. അപ്പോൾ താങ്കൾ ഇവിടെ ചോദിച്ചതുപോലെയുള്ള ഒരു പൂക്കി സമരരൂപങ്ങൾ മാത്രമല്ല അവിടെ ഉള്ളത്. അവിടെ ആ സമരത്തിനെ ഭീകരമായി പോലീസ് നേരിടുന്നുണ്ട്. പെല്ലറ്റ് ഉപയോഗിച്ചു, 6 റൗണ്ട് പെല്ലറ്റ് ഉപയോഗിച്ചു. നമ്മൾ മുമ്പ് കാശ്മീരിലാണ് പെല്ലറ്റിന്റെ ഒരു ഭീകരാവസ്ഥ കണ്ടത്. ഈ സമരത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് ബീഹാറിൽ നടത്തിയ സമരത്തോട് പോലീസ് എങ്ങനെയാണ് പെരുമാറിയത്? AK-47 എടുത്ത് വെടിവെച്ചു. ഭീകരമായ പോലീസ് മർദ്ദനം ഉണ്ടായി. പെൺകുട്ടികളെ അടക്കം തെരുവിൽ ഭീകരമായി മർദ്ദിച്ചു, കൈകാര്യം ചെയ്തു. ഇതെല്ലാം ഒരു വശത്തുണ്ട്. അതിനെതിരായ വളരെ മിലിറ്റന്റ് ആയ ഒരു റെസിസ്റ്റൻസ് യൂത്ത് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് കാണിക്കുന്നതോടൊപ്പം തന്നെ സമരത്തെ ഒരല്പം കൂടി കടന്ന് സർഗാത്മകമാക്കി. ചൈനീസ് വിപ്ലവ നേതാവ് മാവോ പറയുന്നുണ്ട്, സമരങ്ങൾ സർഗാത്മകമാകുമ്പോൾ മുദ്രാവാക്യങ്ങൾ കവിതകളായി മാറും. ആ ഒരു അനുഭവം നമുക്ക് ഈ സമരത്തിൽ കാണാൻ പറ്റി എന്നുള്ളതാണ്. അവിടെ പ്രധാനമായും SFI എന്നുള്ള നിലയിൽ ഞങ്ങൾ വിചാരിക്കുന്നത്, മുൻകാലങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി സമര പരിസരങ്ങളിൽ നിന്ന് ഉയർന്ന കവിതകളെല്ലാം ഇവിടെ ഉണ്ടായി. സർഫ് ഫറോഷ് കി തമന്ന, അതേപോലെ ആസാദി മുദ്രാവാക്യങ്ങൾ, ഹം ദേഖേംഗെ, ഇങ്ങനെ തുടങ്ങി ഇടതുപക്ഷം ഉയർത്തിയ കവിതകളും മുദ്രാവാക്യ ഗാനങ്ങളും തന്നെ ഉണ്ടായിരുന്നു അവിടെ. അതോടൊപ്പം തന്നെയുള്ള സമര രീതികളിൽ ഒന്ന്, ഒരു കുട്ടി നമ്മുടെ ജാമിയ മില്ലയിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു സഖിയാണ് ഒരു പോലീസിനെ വിളിച്ചിട്ട് പോലീസ് അങ്കിൾ ബസ്തക്കന ഹൊയ്യ എന്ന് പറയുന്ന ഒരു വീഡിയോ, അത് വളരെയധികം വൈറലായി. അതുപോലെ ചായ് വാല എന്നൊക്കെ വിളിച്ചിട്ടുള്ള ഒരു സമരം, അതിന്റെ മുഖമായിട്ട് SFIക്കാർ തന്നെ വന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന് ബാൽ നരേന്ദ്ര എന്ന് പറയുന്ന ഒരു റീൽ കണ്ടില്ലേ? കുട്ടികൾ നരേന്ദ്രമോദിന്റെ ബാല്യകാലം കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ച് ബാൽ നരേന്ദ്ര, അതിലും ബാഡ്ജ് കുത്തിയ SFIക്കാരെ കണ്ടു. ഈ സമരങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ കൂടിയും ഒരു ജനറേഷനെ സമരമുഖത്ത് അണിനിരത്തുമ്പോൾ ആ സമരത്തെ ക്രിയേറ്റീവായ ഒരു ഇടമാക്കി മാറ്റാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് SFI കൂടെ ഈ സമരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ മുമ്പൊക്കെ കണ്ട് ശീലിച്ച ബാരിക്കേഡിൽ നമ്മൾ നിൽക്കുന്നു, തള്ളുന്നു, മേലെ കയറുന്നു. ജലബീരങ്കി വരുമ്പോൾ നമ്മൾ അതിനു മുന്നിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതെന്ന് മാറി ജലബീരങ്കി വരുമ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ആ ഡാൻസ് കളിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ ഷട്ടിൽ കളിക്കുന്നു. ഏറ്റവും രസകരമായി തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ്, അത് വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ കേരളത്തിലും SFIക്കൊക്കെ പരീക്ഷിക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് പോലീസ് തല്ലാൻ വേണ്ടി ലാത്തി പൊക്കി പിടിക്കുമ്പോൾ ദേശീയഗാനം പ്രയോഗിക്കുക. അപ്പോ നമ്മൾ ഈ സ്റ്റാച്യു എന്നൊക്കെ പറഞ്ഞ് നിൽക്കാറില്ല, അതുപോലെ പോലീസിനെ തന്നെ അവിടെ സ്തബ്ധരാക്കുന്ന നിലയിലേക്കുള്ള സമരം. അങ്ങനെ വ്യത്യസ്തമായ കുറെ അനുഭവങ്ങളുണ്ട്. അപ്പൊ അത് ഓരോ തലമുറയും ഉൽപ്പാദിപ്പിക്കുന്ന സമരരീതികളാണ്. അതിൽ പാഠങ്ങളുണ്ട്. അത് പുതിയ ഒരു സമരമായി മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കും. മാത്രമല്ല അവിടുത്തെ ഈ പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് വന്ന പ്ലക്കാർഡുകളും ആഡ്സും ഒക്കെ കുറച്ച് അഡൽട്ട് കണ്ടന്റ് ഉണ്ടാവും, പക്ഷെ ഭയങ്കര ഫണ്ണി ആയിട്ട്. അതായത് നരേന്ദ്രമോദിനെ കഴിഞ്ഞൊരു 10 വർഷത്തിൽ കണ്ടിട്ടില്ലാത്ത രീതി, അയാളെ
പറയാൻ പേടിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു 2014 ശേഷം. പക്ഷെ അത് മാറി ഭയങ്കര കംപ്ലീറ്റ്ലി ഒരു പേടിയില്ല, ഈ ജനറേഷനിൽ ഈ മനുഷ്യന് പേടിയില്ലേ എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്ലക്കാർഡ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ആ രീതിയിലേക്ക് ഒരു ഏകാധിപതിയായിട്ടുള്ള ആ ഒരു ഫേസ് മാറി നരേന്ദ്രമോദിക്ക് ഇപ്പോൾ റീൽ എടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് യുവാക്കൾ എത്തിച്ചു എന്നാണോ നമുക്ക് ഈ പ്രതിഷേധത്തിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നു അവർക്ക് വേറെ ചോയ്സ് ഇല്ല. അവർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അടുത്ത വോട്ടേഴ്സ് ജെൻസിയുടെ ആണ് വരുന്നത്, ലൈക്ക് അടുത്ത സെറ്റ് ഓഫ് വോട്ടേഴ്സ് വരുന്നത്. അപ്പോൾ അവർ ശരിക്കും നല്ലൊരു ഇത്രയും യൂത്ത് ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ, ലൈക്ക് പോപ്പുലേഷനിൽ. അപ്പോൾ ജെൻസി വോട്ടേഴ്സിന് അങ്ങോട്ട് ഒരു സ്വേ വേണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് ആ വോട്ടേഴ്സുമായിട്ട് അവരെ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും ബൂമേഴ്സിനോടും മില്ലനിയൽസിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പറ്റില്ല, ഇവരുടെ അടുത്ത് വോട്ട് കിട്ടില്ല എന്ന ആ ഒരു ഇതുണ്ടല്ലോ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് അബൌട്ട് ദിസ് ഇസ് ഹൗ ആ ജെൻസി ആ ഹ്യൂമർ യൂസ് ചെയ്യുമ്പോൾ അത് ഓഫ് കോഴ്സ് അതൊരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമാണ്, അങ്ങനെ അത് പൊളിറ്റിക്കലാണ്. പക്ഷെ അതല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഹ്യൂമർ വേറൊരു രീതിയിലും പൊളിറ്റിക്കൽ. കാരണം നമ്മളെ ഭരിക്കുന്നവരെ നമുക്ക് കളിയാക്കാൻ പറ്റുന്നത് ശരിക്കും നമുക്ക് എന്തുമാത്രം സ്വാതന്ത്ര്യമുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയെ പല ഓർഗനൈസേഷൻസും ഫ്രീഡം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഫ്രീഡം ഹൗസ് ഒക്കെ പാർട്ട്ലി ഫ്രീ അല്ലെങ്കിൽ ഇലക്ട്രൽ ഓട്ടോക്രസി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കാലത്ത് നമ്മുടെ അധികാരിയെ നമ്മൾ കണ്ടതാ കുണാൽ കാമ്പ്ര ഒക്കെ പോലെ എത്ര സ്റ്റാൻഡപ്പ് കൊമീഡിയൻസിനൊക്കെയാണ് എന്തുമാത്രം ബുള്ളിങ് ഹരാസ്മെന്റ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്ത്യനെ കാണുമ്പോൾ ജെൻസി ഈ അതോറിറ്റേറിയൻ ആയിട്ടുള്ള പല ഫീച്ചേഴ്സ് അങ്ങനെ നമ്മൾ കരുതുന്ന ഒരു ലീഡറിനെ മോക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ലീഡറിനെ മാത്രമല്ല പലരെയും മോക്ക് ചെയ്യുന്നുണ്ട്. ആ മോക്ക് ചെയ്യാൻ എടുക്കുന്ന കറേജ് എന്ന് വെച്ചാൽ അത് വേറൊരു ലെവലിൽ കൂടെ പൊളിറ്റിക്കലാണ്. ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണിത്, ഇത് ഞങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ കുറെ മര്യാദയുള്ള രീതിയിൽ മാത്രം സംസാരിച്ച് സൊസൈറ്റീൻ്റെ നോംസ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രം സംസാരിക്കാനല്ല, ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ സംസാരിക്കാൻ അല്ലെങ്കിൽ തോന്നുന്നത് പോലെ ആശയങ്ങളെ കൺവേ ചെയ്യാനുള്ളതാണ് എന്നുള്ള ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡോടെ ഞാൻ അതിനകത്ത് കാണും. നിരവധി പ്ലക്കാർഡുകൾ നമ്മൾ പൊക്കി പിടിച്ച് കണ്ടിട്ടുണ്ട്. അതിൽ കേരളത്തിൽ മാനവീയത്തിൽ നടന്ന ഒരു പ്രൊട്ടസ്റ്റിലാണ് മലരെ മൗനമോ എന്ന് പറയുന്ന ഒരു പ്ലക്കാർഡ് പൊക്കി പിടിച്ചാണ്. അത് കേരളത്തിലുണ്ടായി, പൊതുവിലുണ്ട്. അതിൽ എനിക്ക് രസകരമായി തോന്നിയ കുറെ മോഡി ഫ്രാൻസ് എന്ന് പറഞ്ഞാണല്ലോ അഭിസംബോധന ചെയ്തത്. അപ്പൊ ഫ്രാൻസ് അല്ല അർജന്റീന എന്ന് പറഞ്ഞ് ഊക്കിക്കൊണ്ടുള്ള വീഡിയോസ് വന്നു. അതേപോലെ മോഡിക്ക് വായിക്കാൻ ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മീഡിയക്കാരൊക്കെ വെക്കില്ല ന്യൂസ് വായിക്കുമ്പോൾ പ്രോംപ്റ്റർ വെച്ചു കൊടുക്കുന്ന പോലെ മോഡിക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലുണ്ടായിരുന്നു. അതിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഹിന്ദിക്കാര് പൊതുവെ എല്ലാവരും ജി ചേർത്താണ് പറയാ. മോദിയെ പ്രത്യേകിച്ച് എല്ലാവരും, രാഹുൽ ഗാന്ധി പോലും മോദിജി എന്നാ പറയാ, എല്ലാവരും മോദിജി എന്നാ പറയാ. ആ മോദിജിയെ മോദി എന്ന് പറയുന്നു എന്നുള്ളതാണ്. ഒരു ഹരിയാനക്കാരി ഒരു പെൺകുട്ടി പറഞ്ഞത്, അത് ഒരു റീലിൽ കണ്ടു, അതിൽ ബീപ് ശബ്ദം മാത്രമേ പുറത്തുള്ളൂ. കാരണം അങ്ങനെയൊക്കെ ആളുകൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോൾ പല അമ്മാവന്മാരും ക്ലാസ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വളരെ സംസ്കാര സമ്പന്നമായി സംസാരിച്ചുകൂടെ എന്നൊക്കെ. അപ്പൊ 10-22 കുട്ടികളുടെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ സഹപാഠികളായ സ്വന്തം പിയർ ഗ്രൂപ്പിൽപ്പെട്ട 10-22 പേര് മരിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ സ്വന്തക്കാരുടെ മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന ആ ഒരു നിമിഷത്തിലുണ്ടാകുന്ന പ്രതികരണത്തിന് പലതരം പ്രതിഷേധ രൂപങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അത് ആ ചൂട് ഗവൺമെന്റ് അറിഞ്ഞു എന്നുള്ളതാണ്. ഈ പ്രതിഷേധം തുടങ്ങിയ സമയം മുതൽ തന്നെ ഇതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഈ 6 മണിയാകുമ്പോഴത്തേക്ക് ആ ഭാഗത്തുള്ള ഹോട്ടൽസ് അടച്ച് ഇടുന്നത് മുതൽ മെട്രോ ലിമിറ്റേഷൻ സമയം ലിമിറ്റ് ചെയ്യുന്നത്, അങ്ങനെ അവിടെ മുതൽ ഏതൊക്കെ രീതിയിൽ അത് അടിച്ചമർത്താൻ പറ്റുമോ, ഇന്റർനെറ്റ് ബാൻ, അങ്ങനെ അടിച്ചമർത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും ഈ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ മാത്രമല്ല, കേരളത്തിൽ നിന്നും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്നും മൊത്തത്തിൽ ഭക്ഷണ പൊതികൾ അവിടേക്ക് എത്തുന്നത് വളരെ രസകരമായിട്ടുള്ള, മനസ്സിങ്ങനെ നിറയ്ക്കുന്ന ഒരു, അതായത് ഇന്ത്യയിൽ നിന്ന് മൊത്തം കിട്ടുന്ന ഒരു സപ്പോർട്ടായിരുന്നു ആ ഭക്ഷണ പൊതികളിൽ കൂടെ ജന്തർ മന്ദറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മനുഷ്യത്വ സമീപനത്തെക്കുറിച്ച് എന്താണ് പറയുക? എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒക്കെ കൊച്ചിൽ ഞങ്ങളുടെ സ്കൂളിൽ എന്താണ് ഇന്ത്യ എന്ന് പഠിപ്പിച്ചൊരു സാധനം ഞങ്ങൾ വലുതായി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ പഠിച്ച സാധനം നമ്മൾ കാണുന്നത് തമ്മിൽ യാതൊരു ബന്ധമില്ല. സെക്യുലർ, എല്ലാവരും ഭയങ്കര യൂണിറ്റി ഹാർമണിയിലൊക്കെ ജീവിക്കുന്ന ഇന്ത്യ എന്നുള്ളൊരു ഇതില്ല. നമ്മളെ ഭയങ്കര പെസിമിസ്റ്റിക് ആക്കുന്ന ഒരു രാജ്യമായിട്ടാണ് എനിക്കിതുവരെ ഇന്ത്യ ഫീൽ ചെയ്തത് അൺടിൽ ദിസ് പ്രൊട്ടസ്റ്റ് ഹാപ്പൻഡ്. അന്നേരം നമ്മള് ഇന്ത്യയിൽ ഇപ്പോഴും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ വിചാരിക്കും. കാരണം ഫുഡ് കൊടുക്കുന്നതാണെങ്കിലും ആൾക്കാർ വോളണ്ടിയർ ചെയ്യുന്നതാണെങ്കിലും അതുപോലെ ഗുരുദ്വാരകളെല്ലാം തുറന്നു കൊടുക്കുകയാണ് പ്രൊട്ടസ്റ്റേഴ്സിന്. അപ്പോൾ നിങ്ങൾക്ക് ഹോട്ടലിലൊന്നും പോയി താമസിക്കണ്ട, നിങ്ങൾ ഇവിടോട്ട് വന്നു. അതുപോലെ പല മതത്തിലുള്ള ആൾക്കാർ, അത് പ്രീസ്റ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ വരെയും അവിടെ വന്ന് കോഓപ്പറേറ്റ് ചെയ്യുന്നു. ഒരാൾ മറ്റേയാൾക്ക് വീശി കൊടുക്കുന്നു, രണ്ടുപേരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ കുറെ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഐ തിങ്ക് അത് കുറച്ച് ഒരു
ആൾക്കാരെ ഓപ്റ്റമിസ്റ്റിക് ആക്കുന്നത്. ഇതുവരെ ആൾക്കാർ ഒരു ഹോപ്പില്ല, അവർക്ക് ചേഞ്ച് വരും എന്നൊരു ഹോപ്പില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രൊട്ടസ്റ്റ് വേറെ ഒന്നും അച്ചീവ് ചെയ്തില്ലെങ്കിലും ചേഞ്ച് ഉണ്ടാവാം, ഇനിയും ഹോപ്പ് ഉണ്ട് ഈ രാജ്യത്തിൽ എന്നുള്ളൊരു ഫീല് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിലെനിക്ക് തോന്നിയ കാര്യം, എന്തൊക്കെയാണോ ഗവൺമെന്റ് ഇല്ലാതാക്കുന്നത് അതെല്ലാം ഇവർ റീപ്ലേസ് ചെയ്യാൻ. ഇപ്പൊ ഇന്റർനെറ്റ് കട്ട് ചെയ്തപ്പോൾ അതിന് ബദൽ സംവിധാനം വരും. ഭക്ഷണം നിഷേധിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഫുഡ് ഓർഡർ ചെയ്യപ്പെടും. വെള്ളം അങ്ങനെ എത്തിക്കും. അപ്പൊ ഇങ്ങനെ എത്തിക്കുമ്പോൾ അതിനിടക്ക് ചില ആളുകൾ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തി. അഡ്രസ് ഇല്ലാത്ത ഒരാൾക്ക് ജന്തർ മന്തർ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം അയച്ചു കഴിഞ്ഞാൽ ഡെലിവറി ബോയ്സ് തന്നെ എടുത്ത് കഴിക്കില്ല എന്നൊക്കെ തരത്തിലുള്ള ഒരു തരം വെറുപ്പ്, വിദ്വേഷമൊക്കെ പറയാൻ ശ്രമിച്ചു. പക്ഷെ അതിൽ വലിയൊരു സാഹോദര്യമുണ്ട്. നേരത്തെ ഈശ പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നില്ല, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു ഫ്രെറ്റേണിറ്റി. അപ്പം നമ്മുടെ രാജ്യത്തെ മക്കൾക്ക് ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതുന്നു. അതിലൊരു സാർവദേശീയ തലം തന്നെയുണ്ട്, ലോകത്ത് വിശ്വമാനവികത എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ എങ്ങും മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുന്നു, എവിടെ മർദ്ദനം എവിടെ പ്രഹരം അത് വീഴുവ തന്റെ പുറത്താകുന്നു എന്ന് പറയുന്നത് പോലെ ഡൽഹിയിൽ സമരം ചെയ്യുന്ന ആളുകൾക്ക് കൊള്ളുന്ന അടി എനിക്കൂടെ കൊള്ളുകയാണ്. അവർക്ക് വിശക്കുമ്പോൾ അത് എനിക്കും കൂടെയുള്ള വിശപ്പാണ്. അവർക്ക് കുടിവെള്ളം കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ കൂടെ ജീവനെ നിലനിർത്തേണ്ടതാണ് എന്ന് ഈ രാജ്യത്തെ പല കോടി മനുഷ്യർക്ക് തോന്നുകയും അവരെല്ലാം ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനെ ഒരു മതേതരമായൊരു മൂല്യത്തോടു കൂടി നിലനിർത്താൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. അതിൽ തന്നെ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, RSS മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്ന വെറുപ്പിനെയും വിദ്വേഷത്തെയും വർഗീയതയെയും ഒരു നീറ്റ് വിഷയത്തിൽ ആരംഭിച്ച സമരം അവരുടെ എല്ലാ തരത്തിലുള്ള വർഗീയ നയങ്ങൾക്കും എതിരായ പ്രതിരോധം കൂടിയായി മാറുന്നു എന്നുള്ളതാണ്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത മതജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെല്ലാം ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നു. ഞങ്ങളുടെ വിശപ്പാണ് ഞങ്ങളുടെ പ്രശ്നം, അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള വൈചാരികങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ല എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു കൂട്ടായ്മയും ഒരു സംഘബോധവും ഒരു ഫീലിങ്ങും ഇന്ത്യക്കാർക്ക് ഈ സമരം പ്രദാനം ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ ഹോപ്പാണ്, ഒരു ഒപ്റ്റിമിസ്റ്റിക്കായി ഈ നാട്ടിൽ ഇനിയും ജീവിക്കാനുള്ള ഈ മനുഷ്യരുടെ ഒരു വലിയ സമ്പാദ്യമായിട്ട് ഈ സമരം മാറി. ഒരു ജനാധിപത്യത്തിലുള്ള പ്രതീക്ഷ തിരിച്ച് വരുന്ന രീതിയിലുള്ള ഒരു വിജയമാണ്. അതായത് പ്രതിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല, ഭരണകൂടം മൈൻഡാക്കില്ല എന്നുള്ള ആ സ്ഥലത്ത് നിന്ന് പ്രതിഷേധിച്ച കാര്യം ഉണ്ടാകും എന്നുള്ളൊരു തരത്തിലേക്ക് ഈ പ്രൊട്ടസ്റ്റ് കൊണ്ട് ഒരു രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഒരു വിശ്വാസവും പ്രതീക്ഷയും കിട്ടിയിട്ടുണ്ട്. അല്ല, ഞങ്ങളുടെ ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടിൽ സമരങ്ങൾ തന്നെയാണ് പ്രതിരോധവും പ്രതിവിധിയും എന്ന് വിചാരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അഭിജിത്ത് DK ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം ആദ്യം ബന്ധപ്പെട്ട ആളുകളിൽ ഒന്ന് SFI നേതാക്കളെയാണ്. അവരെ സ്വീകരിക്കാൻ ഉണ്ടാണെന്ന് അവർ പ്രതീക്ഷിച്ചു. കാരണം SFI ആകട്ടെ, ASF ആകട്ടെ, IC ആവട്ടെ, ഇടതുപക്ഷത്തിന്റെ ഒരു ജീനിൽ സമരമുണ്ട്. ആ സമരം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം ഈ ഗോദി മീഡിയ അഡ്രസ് ചെയ്യാതെ കടന്നുപോയ കുറേ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചണ്ഡീഗഡിലെ വൈദ്യുതി സ്വകാര്യവൽക്കരണത്തിനെതിരായ സമരം, തമിഴ്നാട്ടിലെ സാംസങ് തൊഴിലാളികളുടെ സമരം, അതേപോലെ തന്നെ നിരവധിയായ ചെറു സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് ഇക്കാലയളവിൽ. തൊഴിലില്ലായ്മക്കെതിരായി, സ്വകാര്യവൽക്കരണത്തിനെതിരായി, ചൂഷണങ്ങൾക്കെതിരായി, ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കെതിരായ വിദ്വേഷത്തിനെതിരായിട്ടെല്ലാം ഒരുപാട് സമരങ്ങൾ നടന്നു. ആ സമരങ്ങളുടെ തുടർച്ചയിലേക്ക് ഒരു സമരം കൂടെ കടന്നു വന്നു. ഇതിൽ പല സമരങ്ങളും വിജയിച്ചിട്ടുണ്ട്, ചില സമരങ്ങളെങ്കിലും നമുക്ക് സാങ്കേതികമായി പരാജയപ്പെട്ടു എന്ന് പറയാം. പക്ഷേ സമരത്തെ സംബന്ധിച്ചിടത്തോളം സമരം ചെയ്യുന്നു എന്നുള്ളതാണ് വിജയം. ആവശ്യങ്ങൾ നേടുക എന്നുള്ളതിനപ്പുറത്ത് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ച് മുദ്രാവാക്യഭരിതരായ ഒരുപാട് കൂട്ടം ജനങ്ങൾ ഒരുമിച്ച് ചേരുന്നു, ആ വിഷയത്തെ അവർ ഏറ്റെടുക്കുന്നു, സമരം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് സമരത്തിന്റെ വിജയം. ആ അർത്ഥത്തിൽ എല്ലാ സമരങ്ങളും വിജയമാണ്, ഈ സമരം പ്രത്യേകിച്ച് വിജയമാണെന്ന് തോന്നുന്നു. നമ്മൾ CJPയുടെ പ്രതിഷേധം വിജയിച്ചു എന്ന് പറയുന്ന സമയത്തും ഒരുപാട് കുട്ടികൾക്ക് ഈ പറഞ്ഞ പാർലമെന്റിലേക്കുള്ള മാർച്ചിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ പെല്ലറ്റുകളുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി ഇവർക്കെതിരെ നടപടികൾ, ഇപ്പം ഐഷി ഘോഷിനെതിരെ ഇപ്പം പോലീസ് വാറണ്ടോയിൽ പോയിട്ട് ജോൺ ബ്രിട്ടാസ് ഓടിച്ചു വിട്ടു എന്നാണ് പോലീസുകാർ. യൂണിഫോം ഇല്ലാതെ വേറൊരു പോലീസുകാരി, 3 പോലീസുകാർ ചെന്ന് IKG ഭവനിലേക്ക് മാർച്ച് ചെയ്ത് പോകുന്നു. അവിടെ ചെന്ന് ജോൺ ബ്രിട്ടാസ് കണ്ടു, അദ്ദേഹം യൂണിഫോം ഇല്ലാതെ എന്ത് നടപടി എടുക്കാനാണ് വരുന്നതെന്ന് ചോദിച്ചു, തിരിച്ചു വിട്ടു. ഇത് ഒരു തുടക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണകൂടത്തിന്റെ ഒരു അറ്റാക്ക്, അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ എത്രയധികം വിദ്യാർത്ഥികൾക്ക് ഇത് നേരിടേണ്ടി വരും? ഇനി നേരിടേണ്ടി വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ പ്രതിരോധിക്കാം? എനിക്കത് നേരിടേണ്ടി വരും എന്നല്ലേ, നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും ഇന്ത്യയിൽ ഉടനീളം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനോട് CJP ആദ്യം നമ്മളെല്ലാം ഒന്നിതായി, ഇവരെന്താ ഒന്നും പറയാത്തത്, ഇവരെന്താ ഇത് മൈൻഡ് ചെയ്യാത്തത് എന്നുള്ള രീതി. കാരണം അവരുടെ ഡിമാൻഡുകളിൽ ഒന്നായിരുന്നു ഈ പ്രൊട്ടസ്റ്റേഴ്സിനെതിരെ ആക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന്. പക്ഷെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഈ പ്രൊട്ടസ്റ്റേഴ്സിനെതിരെ വീണ്ടും ആക്ഷൻസ് എടുക്കാൻ
തുടങ്ങുവാണ്, അത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനുള്ള അടുത്ത പ്രൊട്ടസ്റ്റിലോട്ട് നമ്മൾ പോകും. അപ്പൊ നമുക്കിത് നോക്കാം. നമ്മൾ ആദ്യം നെഗോഷിയേറ്റ് ചെയ്യുകയാണ് ഈ ചാർജസ് എല്ലാം ഡ്രോപ്പ് ചെയ്യാനാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ സമരത്തിൽ ഇപ്പൊ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനാ നേതാക്കളിൽ പലരും നേരത്തെ തന്നെ പല സമരങ്ങളുടെ ഭാഗമായി കേസിൽ പ്രതിചേർക്കപ്പെട്ടവരോ അതിന്റെ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഐഷി ഘോഷിനെതിരെ ഇപ്പം കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുന്ന കേസ് ഈ സമരത്തിന്റെ അല്ല. അവർ JNUSU പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അവിടെ വലിയ പ്രൊട്ടസ്റ്റ് നടന്നിരുന്നു. വലിയ ബ്രൂട്ടലായ പോലീസ് ആക്രമണമൊക്കെ നേരിട്ടിരുന്നു. തലയൊക്കെ പൊട്ടിയ ചിത്രങ്ങളെല്ലാം നമ്മുടെ കൺമുന്നിലുണ്ട്. അപ്പോൾ അന്ന് അവർ നേരിട്ട സമരത്തിന്റെ കൂടി തുടർച്ചയിലാണ് ഇവരെ വേട്ടയാടാൻ ശ്രമിക്കുന്നത്. ഈ സമരത്തിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഡൽഹി നഗരത്തിലെ പ്രധാനപ്പെട്ട പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ വിദ്യാർത്ഥികളും അവിടുത്തെ SFI നേതാക്കളുമായ പെൺകുട്ടികൾ ഈ സമരത്തിന്റെ മുഖങ്ങളായി മാറിയിട്ടുണ്ട്. ജാമിയ മില്ലിയയിലെ വിദ്യാർത്ഥിനിയായിരുന്ന സഖി ബന്ധു, അവരെ ആ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കിയതാണ്. PG വിദ്യാർത്ഥിയായിരുന്നു, അവരെ പുറത്താക്കിയതാണ്. ശരണ്യ വർമ്മ എന്ന് പറയുന്ന ഒരു ലീഡർ, ആ പെൺകുട്ടിയെ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കിയതാണ്. JNUSUവിന്റെ യൂണിയൻ ഭാരവാഹിയായ ഗോപിക ബാബു എന്ന മലയാളി പെൺകുട്ടി, അവരെ JNUവിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതാണ്. ഇങ്ങനെ ഈ സമരത്തിൽ അണിനിരന്ന അനേകം വിദ്യാർത്ഥി നേതാക്കൾ നേരത്തെ തന്നെ അവരുടെ അക്കാഡമിക്സിനെയും അവരുടെ വ്യക്തി ജീവിതത്തെയും ഹനിക്കുന്ന നിലയിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും പോലീസിന്റെയും എല്ലാം നിരവധി വേട്ടയാടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇന്ത്യയിലെ പോലീസിൽ നിന്ന് അല്ലെങ്കിൽ ദില്ലി പോലീസിൽ നിന്ന് ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കേസുകളെല്ലാം പിൻവലിക്കും എന്ന് കേന്ദ്ര ഗവൺമെന്റ് വാക്ക് തന്നതുകൊണ്ട് ഈ കേസുകളെല്ലാം പിൻവലിക്കപ്പെടും എന്ന് നമ്മളാരും കരുതുന്നില്ല. എന്തിനധികം കേരളത്തിൽ 5000 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഈ സമരത്തിന്റെ ഭാഗമായി. അതിൽ 166 പേരെ അറസ്റ്റ് ചെയ്തു. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം SFIയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ പങ്കെടുത്തു എന്നുള്ള കുറ്റത്തിനാണ് SN കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന കശ്യപിനെ വീട് കയറി അറസ്റ്റ് ചെയ്തത്, ഒരു കോളേജ് വിദ്യാർത്ഥി. കോട്ടയത്ത് നീറ്റിനെതിരായി നടത്തിയ സമരത്തിന്റെ ഭാഗമായി SFI നേതാക്കൾ 22 പേരാണ് ജയിലിൽ പോയത്. അങ്ങനെ ആ നിലയിൽ കേരളത്തിൽ പോലും ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴും ആ കേസ് പിൻവലിച്ചിട്ടില്ല. പക്ഷെ അതിലുള്ള ഒരു രസകരമായ കാര്യം, ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ ഞാനായിരുന്നു സമരം നേരിടുന്നതെങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്ന് പറഞ്ഞ TG മോഹൻദാസ്. ഇവിടെ പങ്കെടുത്ത സ്ത്രീകളെല്ലാം ബലാത്സംഗം ചെയ്യപ്പെടാൻ കൊതിക്കുന്നവരാണ് എന്ന വളരെ സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടില്ല. അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നതിനെ കുറിച്ച് പഠിക്കുകയാണെന്നാണ്. അപ്പൊ അദ്ദേഹമാണോ അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രൂപമാണോ പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് പഠനം നടക്കൂ. അതിന്റെ ഭാഗമായി കേസെടുക്കുന്ന. അപ്പൊ ഇങ്ങനെ കേസെടുക്കൽ രാജ്യത്തുടനീളം നടക്കുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അതിനെ കൂടി നേരിട്ടുകൊണ്ട് വേണം ഈ മൂവ്മെന്റ് മുന്നോട്ട് പോകാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റുന്നത്, ഈ സമരം CJPന്റെ സമരം ഒരു സക്സസ് ആയതിന് പിന്നാലെ നിതിൻ ഗഡ്കരിന്റെ രാജി ആവശ്യപ്പെട്ട് ഇനി E20 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഘടന രൂപപ്പെട്ട് വരുന്നുണ്ട്. അതൊക്കെ അത്തരത്തിൽ ഇനി രൂപപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം. അതൊക്കെ എത്രത്തോളം വിജയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? വിജയത്തിനെ കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ ഞാൻ ആരുമല്ലെന്നാണ് എൻ്റെ ഒരു, നമുക്ക് ആർക്കും അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് മുന്നോട്ട് വരികയാണെങ്കിൽ അത് നമുക്ക് ഒരു നല്ല കാര്യം തന്നെയാണ്. ഇപ്പം പേഴ്സണലി ഞാനാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുന്നത് എന്താകുമെന്ന്. അതിനെന്തെങ്കിലും നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അത് വരുന്നതാണോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ വിചാരിക്കുന്നത് ഈ E20 ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി എത്തനോൾ കലർത്തുന്നതിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. അത് നമ്മുടെ നിതിൻ ഗഡ്കരിക്കെതിരായിട്ടാണ് ആ ക്യാമ്പയിൻ ശക്തമായി വരുന്നത്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രിസഭയിൽ ആർക്കും രാജിവെക്കേണ്ടി വരും എന്നുള്ളൊരു സൂചന BJPയുടെ മുന്നിലുണ്ട്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ ചില്ലറക്കാരനല്ല. അയാൾ ABVP കാലം മുതലേ വളർന്നു വന്ന സംഘപ്രചാരകനാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുക, കച്ചവടവൽക്കരിക്കുക, കേന്ദ്രീയവൽക്കരിക്കുക, സെൻട്രലൈസേഷൻ, കൊമേഴ്ഷ്യലൈസേഷൻ, കമ്മ്യൂണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ആ നിലയിലുള്ള ഒരു വലിയ പ്ലാൻ ഏൽപ്പിച്ച് സംഘപരിവാരം റിക്രൂട്ട് ചെയ്ത ഒരാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അതുകൊണ്ടാണ് രാജി നീണ്ടുപോയത്. അദ്ദേഹം ആരോ രാജിക്കത്തിന്റെ ഒരു മലയാളം വേർഷൻ ഇറക്കിയത് കണ്ടിട്ടുണ്ടായിരുന്നു. ടു പ്രൈം മിനിസ്റ്റർ, റെസ്പെക്റ്റഡ് സാർ, താൻ ഒഡീഷയിലേക്ക് വാടാ എന്ന് എഴുതിയിട്ട് കണ്ടിരുന്നു. അങ്ങനെ ഒരു സ്ഥാനം, അതായത് ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനം ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വലിയൊരു ഫണ്ടർ റോളുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രിസഭയിൽ ആരും സുരക്ഷിതരല്ല എന്നൊരു സന്ദേശം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ തന്നെ ആ സമരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന സമയത്ത് പിള്ളേര് പോലീസിനോട് പറയുന്നുണ്ട് ഇനി അടുത്ത സമരത്തിന് കാണാം എന്നുള്ളത്. അപ്പം അവിടെ ഇന്ത്യയിലെ ഈ പെട്രോളിയം മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അഴിമതികൾ, ശരിക്കും പറഞ്ഞാൽ ഈ BJP ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ജനവിരുദ്ധ ഗവൺമെന്റ് ആണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ നാട്ടിലെ സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യാനും അഴിമതി നടത്താനും ഏത് അവസരം കിട്ടിയാലും അവയെല്ലാം
വളരെ സുഖകരമായി ഉപയോഗപ്പെടുത്തുകയും ഇതിനെതിരായി എന്ത് സമരം വളർന്നു വന്നാലും അതിനെ അടിച്ചമർത്താമെന്നും ദേശദ്രോഹ ചാപ്പ കുത്തിക്കൊണ്ട് ആ സമരത്തെ ഇല്ലാതാക്കാമെന്നും കരുതിയ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഞങ്ങൾ സുരക്ഷിതരല്ല, ഞങ്ങൾ രാജിവെക്കേണ്ടി വരും എന്നുള്ളതാണ്. ഋജുഭൂഷൺ ശരൺ സിംഗിന് പോലും രാജിവെക്കേണ്ടി വന്നിട്ടില്ല എന്ന് നിങ്ങൾ ആലോചിക്കണം. അദ്ദേഹം ബലാത്സംഗക്കാരനാണ്, അദ്ദേഹം റേപ്പ് ചെയ്തു എന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. വലിയ സമരം ഉണ്ടായി. എന്നിട്ട് പോലും രാജിവെക്കാതെ പ്രൊട്ടക്ട് ചെയ്ത ഒരു സംവിധാനത്തിന് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കേണ്ടി വന്നു. അപ്പോൾ മറ്റു മന്ത്രിമാർക്കെല്ലാം മുന്നിലുള്ള ഒരു വിസിൽ മുഴങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ CJPന്റെ സമരം പൊതുവെ നമ്മൾ പൊതുവെ യുവാക്കൾ രാഷ്ട്രീയരാണെന്നും വലിയ രാഷ്ട്രീയത്തെപ്പറ്റി ധാരണയില്ല, ലോകത്ത് നടക്കുന്ന എന്താണെന്നറിയില്ല. നമ്മൾ പൊതുവെ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസ് കണ്ടിട്ടുണ്ട്. ഈ ഒരു പൊളിറ്റീഷ്യനെ കാണിച്ചിട്ട് ഇയാളുടെ പേര് പറയുക ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്ന ഒരു ജനറേഷനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കുറച്ച് നാൾ CJPന്റെ സമരത്തിന് തൊട്ട് മുമ്പ് വരെ അത്തരം റീൽസിനൊക്കെ വളരെ വലിയ സ്വീകാര്യതയൊക്കെ ഉണ്ടായിരുന്നു. ഈ ശരിയായി ജനറേഷനിലെ പിള്ളേർക്കൊന്നും അറിയില്ല. അവിടെ നിന്ന് പുതുതലമുറ രാഷ്ട്രീയം അറിയുന്ന കുട്ടികളാണ്, കൃത്യമായ രാഷ്ട്രീയമുള്ളവരാണ്, അവരതിനു വേണ്ടി പ്രതിഷേധിക്കാനും അവരുടെ റൈറ്റ്സ് നേടിയെടുക്കാനും കഴിവുള്ളവരാണെന്ന് തെളിയിച്ചൊരു സമരമാണ് CJPന്റെ പ്രതിഷേധം. പുതിയ തലമുറയുടെ അടുത്തുള്ള ഈ സമൂഹത്തിന്റെ അപ്രോച്ചിൽ മാറ്റം വരുത്താൻ ഈ പ്രതിഷേധത്തിനായിട്ടുണ്ടോ? എനിക്കൊന്ന് ഞങ്ങളെ പെർസീവ് ചെയ്യുന്ന രീതി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ പാസീവ് കൺസ്യൂമേഴ്സ് ഓഫ് പൊളിറ്റിക്സ് ആണെന്ന് ഉദ്ദേശിച്ച് നമുക്ക് പൊളിറ്റിക്സ് ഇല്ല അല്ലെങ്കിൽ പൊളിറ്റിക്സ് അറിയില്ല എന്നുള്ളൊരു ഇമേജ് മറ്റ് ജനറേഷനിലുള്ളവർക്ക് പൊതുവെ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ഇപ്പൊ അതാരും അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ വെക്കുന്നുണ്ടെന്ന്, തികച്ചും രാഷ്ട്രീയവാദികളായ മനുഷ്യരാണെന്ന് ആരും വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും രാഷ്ട്രീയമുള്ളവരാണെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ പല തിയറീസോ ഐഡിയോളജീസോ അതിനെപ്പറ്റി എല്ലാം ബോധമുള്ളവരാണ് എന്നുമല്ല. പക്ഷെ അവർക്ക് പൊതുവെ നടക്കുന്ന കാര്യങ്ങൾ അറിയാവുന്നവരാണ് പൊതുവെ ജൻസി. ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിലും പലപ്പോഴും ഞങ്ങൾ നേരത്തെ ഈ പ്രൊട്ടസ്റ്റിന് മുന്നേ ആണെങ്കിലും ഞങ്ങൾ ന്യൂസൊക്കെ അറിയുന്ന മീംസിന്റെ ഷേപ്പിലും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതാ ഒരു ഇതിലാണെന്നേ ഉള്ളൂ. ആൻഡ് ഈ അരാഷ്ട്രീയവാദികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ആൻഡ് അവർ അരാഷ്ട്രീയവാദികൾ ആകാനുള്ള കാരണം ഐ വുഡ് സേ ഞങ്ങൾക്ക് തൊട്ട് മുന്നുള്ള ജനറേഷനാണ്, ഞങ്ങളെ വളർത്തിയ ജനറേഷനാണ്, ഞങ്ങളുടെ ടീച്ചേഴ്സ്, ഞങ്ങളുടെ പേരൻസ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചുറ്റും ഈ റിലേറ്റീവ്സ് ഒക്കെ അഡ്വൈസ് തരുന്നവർ, അവരെല്ലാം അവരൊരിക്കലും നമ്മൾ എൻഗേജ് ചെയ്യേണ്ട ഒരു സാധനമാണ് രാഷ്ട്രീയം. നിങ്ങളുടെ കൂടെയാണ് ഈ രാജ്യം അല്ലെങ്കിൽ ഈ രാജ്യത്തെ പൊളിറ്റിക്സ് എന്നുള്ള ഒരു ഐഡിയ കൊടുക്കാൻ അവരാണ് ഫെയിൽ ചെയ്തത്. അത് നിങ്ങൾ നോക്കേണ്ട കാര്യമല്ല. നിങ്ങളുടെ ജോലി പഠിക്കുക, ജോലി മേടിക്കുക, അങ്ങനെയുള്ള ഒരു മെസ്സേജ് കൊടുത്തത് അവരാണ്. മറ്റത് നിങ്ങൾ എൻഗേജ് ചെയ്യേണ്ടാത്തൊരു കാര്യമാണെന്നുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കിയത്, ഞങ്ങളിൽ പലരിലും അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കിയത് ആ ജനറേഷനാണ്. അതായത് പൊതുവെ നമ്മൾ പറയാ ഈ രാഷ്ട്രീയം പറയുന്ന യുവാക്കൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി യുവജന സംഘടനയിലുള്ള നേതാക്കളോ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ രാഷ്ട്രീയം അറിയുള്ളൂ. നമ്മൾ പറയുന്നത് രാഷ്ട്രീയം സംസാരിക്കുന്നവർ ഒന്നുകിൽ LSFI അല്ലെങ്കിൽ KSU അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പാർട്ടിയിലുള്ള കുട്ടി, അങ്ങനെയുള്ള കുട്ടികൾക്കല്ലാതെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെല്ലാവരും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ല. അപ്പം പുതുതലമുറയിൽ രാഷ്ട്രീയം അറിയുന്നവരുണ്ടെന്നുള്ളത് ഈ പ്രൊട്ടസ്റ്റ് കൂടെ അല്ലേ കുറച്ചുകൂടെ ആ അപ്രോച്ച് മാറിയിട്ടുണ്ടാവുക? അല്ല, എല്ലാ തലമുറയിലും അവരുടേതായ രൂപത്തിൽ രാഷ്ട്രീയമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ പറയാറില്ലേ, രാഷ്ട്രീയം നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നമ്മളിൽ ഇടപെടും എന്നുള്ളൊരു കാര്യം. അപ്പം ഈ തലമുറയിൽ പലരും രാഷ്ട്രീയത്തിൽ ഇടപെടാതൊക്കെയാണ് ഇരുന്നത്. അല്ലെങ്കിൽ നമുക്കും കൂടെ സ്റ്റേക്ക് ഹോൾഡ് ഉള്ള ഒരു ഡിസ്കോഴ്സ് ആണ് പൊളിറ്റിക്സ് എന്ന് ഇഷ പറഞ്ഞ പോലെ തോന്നിപ്പിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ അങ്ങനെ പോവാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്തിനു ചിന്തിക്കണം, അല്ലെങ്കിൽ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ, വോട്ട് ചെയ്താൽ പോരെ എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലൊക്കെ ഉള്ള ഒരു അരാഷ്ട്രീയത ഒരു അർത്ഥത്തിൽ ആ പ്രവണത ശക്തമാണ്. പക്ഷെ അങ്ങനെ ഒരു അരാഷ്ട്രീയത എന്ന് പറയുന്ന ഒരു കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ അരാഷ്ട്രീയതയ്ക്കും അതിൻ്റെ രാഷ്ട്രീയമുണ്ട്. അതൊരു റൈറ്റ് വിങ് പൊളിറ്റിക്സ് ആണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ അരാഷ്ട്രീയതയുടെ രാഷ്ട്രീയം കൃത്യമായി അവരെ ബാധിക്കുകയും അവരിൽ രാഷ്ട്രീയം ഇടപെട്ട് തുടങ്ങുകയും ചെയ്തപ്പോൾ എന്താ ഈ അരാഷ്ട്രീയതയുടെ ഏറ്റവും വലിയ ക്യാമ്പയിൻ? നിങ്ങൾ നന്നായി പഠിക്കണം, നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും, നല്ല കരിയർ ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾ ഈ സമരമൊക്കെ നടന്നാൽ നിങ്ങളുടെ പഠനം മുടങ്ങും, നിങ്ങളുടെ കരിയർ പോകും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ക്യാമ്പയിൻ. ഈ നീറ്റ് പരീക്ഷയിൽ ആ വാദമാണ് പൊളിഞ്ഞത്, ആ ഒരു നരേറ്റീവാണ് പൊളിയുന്നത്. കാരണം എന്താ, നീറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടി നന്നായി പഠിച്ചു, ഊണും ഉറക്കം ഒഴിഞ്ഞു, പാലയിലോ അല്ലെങ്കിൽ റൈസിലോ സൈലത്തിലോ എവിടെയൊക്കെയോ ചേർന്നു, ലക്ഷങ്ങൾ പൈസ കൊടുത്തു, റിപ്പീറ്റ് ചെയ്തു, റിപ്പീറ്റ് ചെയ്തു, സൂപ്പർ റിപ്പീറ്റ് ചെയ്തു, ഇങ്ങനെയെല്ലാം പഠിച്ചു, നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയിട്ടും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ പരീക്ഷ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്, റീനീറ്റ് എഴുതേണ്ടി വരികയാണ്, അല്ലെങ്കിൽ അവർ വലിയൊരു ട്രോമയിലേക്ക് കടന്നു പോവാണ്ട് പല കുട്ടികളും ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണ്. അങ്ങനെ വരുമ്പോഴാണ് ആ കുട്ടിയുടെ മുന്നിൽ ഞങ്ങൾ പഠിച്ചാൽ മാത്രം കാര്യമില്ലല്ലോ, പഠിച്ച ഒരു പരീക്ഷ ഞങ്ങൾക്ക് പാസ്സാവണമെങ്കിൽ ആ സിസ്റ്റം കൂടെ,
ആ ഗവൺമെന്റിനും കൂടെ നന്നാവണം. ആ ഗവൺമെന്റ് അക്കൗണ്ടബിൾ ആവണം. ആ അക്കൗണ്ടബിലിറ്റി എന്ന വാക്ക് നമ്മൾ നേരത്തെയൊക്കെ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ ആയിരുന്നു പറഞ്ഞോളി, രാജിവെക്കണം, ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം എന്നൊക്കെയാണല്ലോ നമ്മുടെ ഒരു ടെർമിനോളജി. അക്കൗണ്ടബിലിറ്റി എന്ന വാക്ക് തന്നെ ഈ ജനറേഷനാണ് വളരെ പോപ്പുലറായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഞങ്ങൾ പഠിച്ചിട്ട് എഴുതുന്ന പരീക്ഷ പാസ്സാക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് സിസ്റ്റം നന്നായി റൺ ചെയ്യാൻ പോലും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തി രാജിവെച്ച് പോകണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കുട്ടികൾ ആകർഷിക്കപ്പെടുകയും സ്വാഭാവികമായും ആ രാഷ്ട്രീയത്തിൽ, ആ സമരത്തിൽ അവർ അണിനിരക്കുമ്പോൾ ആ ഗവൺമെന്റിനെതിരായ പലതരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ അവരെ സ്വാധീനിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ തലമുറയിലേക്ക്, ജെൻസിയിലേക്ക് അല്ലെങ്കിൽ ജെൻ ആൽഫയിലേക്ക് വലിയൊരു രാഷ്ട്രീയ സന്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി തുടർന്നു പോയി കഴിഞ്ഞാൽ വരും തലമുറയിൽ കൂടുതൽ പൊളിറ്റിക്കലായ നല്ല ചോദ്യങ്ങൾ ഉണ്ടാകും. അവർക്ക് തന്നെ അതിൽ നിന്ന് ഉത്തരം കണ്ടെത്താനും പറ്റും. അവർ സംഘടിക്കും, അവർ ആശയ വ്യക്തതയുള്ളവരായി മാറും, അവർ ഏതെങ്കിലും സംഘടനയിലൊക്കെ ചേരും എന്നും തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം രാഷ്ട്രീയത്തിന് അങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നും സംഘടനാ രാഷ്ട്രീയത്തിൽ നിന്നും വേറിട്ട് മാത്രം നിൽക്കുന്നതും അല്ല രാഷ്ട്രീയം. ആ കക്ഷി രാഷ്ട്രീയം കൂടി ഇതിന്റെ ഭാഗമാണ്. കാരണം ഏറ്റവും മികച്ചൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാകണമെങ്കിൽ അവര് കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ജയിച്ചൊക്കെ വേണ്ട വിദ്യാഭ്യാസ മന്ത്രിയാവാൻ. അപ്പം ആ നിലയിൽ നന്നായി ചിന്തിക്കുന്ന വിദ്യാർത്ഥികളും യുവതലമുറയും രാഷ്ട്രീയ പാർട്ടികളിൽ കൂടെ ചേരുക എന്നുള്ള പ്രധാനമായി മാറുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഈ സമരത്തിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ്, ഇതിന്റെ ഭാഗമായി കുറെ പിള്ളേരൊക്കെ ഈ സമരമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് SFIയിൽ ചേരണം എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് വളരെ പോസിറ്റീവ്. എനിക്ക് തോന്നുന്നു ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ജൻസിയിൽ പലരും അവർക്ക് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ആണ് പൊളിറ്റിക്സ് എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് ജൻസി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന LDF, UDF, NDA അതല്ല, ലോകത്തെ മുഴുവൻ ഗ്ലോബലി നമ്മൾ എടുക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറമാണ് മിക്കവാറും പൊളിറ്റിക്കൽ ഐഡിയോളജീസ് എല്ലാം എന്നുള്ളൊരു ബോധമുള്ള ഒരുപാട് ജൻസി ആൾക്കാരുണ്ട് പൊളിറ്റിക്കൽ ആയിട്ടുള്ളവർ. ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ളവരിലും ഒന്നാമത്തെ കാര്യം ഇഗ്നോറൻസ് ആണ്. അവരാരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല എങ്ങനെയാണ് രാഷ്ട്രീയം നമ്മളുടെ ആഹാരം അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഗെയിംസ്, എന്റർടൈൻമെന്റ് എല്ലാത്തിനെയും ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതെങ്ങനെയാണ് ആ ഒരു ഇന്റർസെക്ഷൻ നടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഉള്ള ഒരു സംഭവം എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഉള്ള ഒരു ഇതുകൊണ്ട്. അതുപോലെ പിന്നെ വരുന്നത് പ്രിവിലേജ് ആണ്. പ്രിവിലേജ്, എനിക്ക് ഇതിനെപ്പറ്റി കെയർ ചെയ്തില്ലെങ്കിലും, ഞാൻ ഇതിനെപ്പറ്റി എനിക്കൊരു അഭിപ്രായം ഇല്ലെങ്കിലും എൻ്റെ ലൈഫ് പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളൊരു പ്രിവിലേജ് ഉണ്ട്. അതെല്ലാവർക്കും ഇല്ല. അപ്പോൾ എനിക്കൊന്ന് ഈ ചില സെലിബ്രിറ്റീസിനൊക്കെ നമ്മൾ കണ്ട് ഈയിടെ ഈ ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ പറയുന്നത് ഈ പൊളിറ്റിക്കൽ അല്ലെ സെൻട്രിസ്റ്റ്, എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ അത് ശരിക്കും അതൊരു ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഇന്റലക്ച്വലി ഡിസോണസ്റ്റ് ആണത്. കാരണം ഒരു ഒപ്രസറും ഒരു ഒപ്രസ്ഡും ഉള്ള സ്ഥലത്ത് നമുക്ക് ഒരിക്കലും രണ്ടുപേരും ബാലൻസ് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് പോകണം എന്നുള്ളത് അതൊരു പോയിന്റ് അല്ല. ഒരു ഒപ്രസ്ഡും ഒരു ഒപ്രസറും ഉള്ള സ്ഥലത്ത് നമ്മൾ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളത് സേഫ് ആയിട്ട് കളിക്കുന്നെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ സേഫ് ആയിട്ട് കളിക്കുന്നതാണ്. ആ സേഫ് ആയിട്ട് നിൽക്കാനുള്ള ഒരു പ്രിവിലേജ് നമുക്കുണ്ട്. അല്ലാതെ ഒരിക്കലും നമുക്ക് അങ്ങനെയുള്ള ഒരു അൺഈക്വൽ ആയിട്ടുള്ള രണ്ട് പേര് തമ്മിലുള്ള പ്രശ്നത്തിൽ നമുക്ക് ഒരിക്കലും അവർ രണ്ടിനെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന രീതി എടുക്കാൻ പാടില്ല. ഇക്വിറ്റി എന്ന് പറയുന്ന സാധനവും ഇക്വാളിറ്റി എന്ന് പറയുന്ന സാധനവും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉണ്ട്. ഇപ്പൊ പറഞ്ഞതുപോലെ CJPന്റെ പ്രതിഷേധം ജന്തർ മന്ദറിൽ ആരംഭിക്കുന്ന തുടക്കത്തിൽ സപ്പോർട്ടായിട്ട് എത്തിയിട്ടുള്ളത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളാണ്. SFI ആണെങ്കിലും AISF ആണെങ്കിലും ISA ആണെങ്കിലും. എന്തുകൊണ്ടാണ് ഫസ്റ്റ് തുടക്കം തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ള തോന്നലിലേക്ക് എത്തുന്നത്? എവിടെ നിന്നാണ്, ഇത് പോയിന്റിൽ നിന്നാണ്? അതായത് SFIയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ മോഡി ഗവൺമെന്റിനെതിരായ അല്ലെങ്കിൽ സംഘപരിവാരത്തിനെതിരായ വലിയ സമര മുന്നണിയിൽ വളരെ കൺസിസ്റ്റന്റ് ആയി നിൽക്കുന്നവരാണ് ഇടതുപക്ഷം. അത് ഈ ഗവൺമെന്റ് വന്ന ഘട്ടം മുതൽ. അപ്പോൾ അങ്ങനെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റിനെതിരായ ഏത് പ്രതിഷേധത്തിലും അണിനിരക്കുന്ന ഏതൊരു വ്യക്തിയെയും സംഘടനയെയും കൂട്ടായ്മയും ഇതിന്റെ ഭാഗമായി ചേർത്ത് നിർത്തണം എന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ഒരു പുനരാലോചനയുടെ ആവശ്യമില്ല. ഇക്കാര്യം പഠിക്കേണ്ടതില്ല. കാരണം നീറ്റ് പ്രശ്നമാവട്ടെ, CBSE ആവട്ടെ, നെറ്റ് ആവട്ടെ, ഇനി മറ്റെന്തെങ്കിലും പ്രശ്നമാവട്ടെ, ഏത് പ്രശ്നത്തിലും ഈ ഗവൺമെന്റിനെതിരായി ഉയർന്നു വരുന്ന ഒരു ശബ്ദം, പ്രതിപക്ഷ ശബ്ദത്തെ ചേർത്ത് പിടിക്കണം എന്നുള്ളൊരു ധാരണ ഇടതുപക്ഷത്തിനുണ്ട്. അതിന്റെ ഭാഗമായാണ് തുടക്കം തൊട്ടേ ഈ സമരത്തോടു കൂടി ഞങ്ങൾ നിൽക്കുന്നത്. അത് മാത്രമല്ല, CJPയും അതിനെ അങ്ങനെയാണ് കണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും കത്ത് കൊടുത്തു. അതിൽ ചില വിദ്യാർത്ഥി സംഘടനകൾ അതിനോട് റെസ്പോണ്ട് ചെയ്തില്ല. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെല്ലാം ശക്തമായി അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഈ സമരത്തിന്റെ ഭാഗമായി ഇടതുപക്ഷം നിൽക്കുകയും ചെയ്തു. അതിൽ ഞങ്ങൾ കണ്ട ഒരു കാര്യവും ഈ ഘട്ടത്തിൽ വളരെ ലോജിക്കലായി നമുക്ക് വിലയിരുത്താവുന്ന കാര്യവും, ഈ സമരം ഇങ്ങനെ വികസിക്കുന്നതിൽ ഒരു കൂട്ടത്തിന്റെ ഒരു സമരം വിജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ സമരം ശക്തമാകണമെങ്കിൽ അതിന് പൊളിറ്റിക്കലി രണ്ട് തരം
ബാക്കപ്പ് വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് ലെജിറ്റിമസിയും മറ്റൊന്ന് മിലിറ്റൻസിയും. കാരണം ഏതോ പാറ്റകൾ വന്നിറങ്ങുന്നു, അവർ സമരം ചെയ്യുന്നു. അപ്പം പലരും പറഞ്ഞു അതൊരു ഒരു സർക്കാസ്റ്റിക് പേജ് അല്ലേ, ഇവർക്കൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീല് കാണാനല്ലേ അറിയൂ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പ്രതിഷേധിക്കാനാവോ, അല്ലെങ്കിൽ ഇവർക്ക് വൈകുന്നേരം വീട്ടിൽ പോണ്ടേ, ഇവരൊക്കെ എങ്ങനെയാണ് സമരം ചെയ്യുക, ഇവർക്ക് ചൂടേൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്ന ഒരു ആൾക്കാരുണ്ട്. അങ്ങനെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തിനേയും നേരിടാൻ പറ്റുന്ന ഒരു ബാക്കപ്പ് എന്ന് പറയുമ്പോൾ അവർക്കൊരു പൊളിറ്റിക്കൽ ലെജിറ്റിമസി, ഇവർ സമരം ചെയ്യേണ്ടവരാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളാണ്, യുവാക്കളാണ്. ആ ലെജിറ്റിമസി കൊടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷം തന്നെയാണ്. പ്രതിപക്ഷ ശബ്ദത്തിന്റെ ഭാഗമായി ഇവരെയും കൂടെ കൂട്ടിയാണ് നിരത്തണം. അതിൽ ഇന്ത്യയുടെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ള ഒരു പ്രശ്നം അതിന്റെ ആദ്യഘട്ടം മുതൽ നമുക്ക് കാണുന്നുണ്ട്. അവിടെയാണ് ഇടതുപക്ഷം ആ ഒരു ലെജിറ്റിമസി ഈ കൂട്ടായ്മക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇടതുപക്ഷം ഉണ്ട് അതിന്റെ കൂടെ. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിന് ശേഷം RSS പ്രസിദ്ധീകരണമായ ഓർഗനൈസറിൽ ലേഖനം വന്നു, അതിൽ ഇടതുപക്ഷമാണ് ഇതിന്റെ പുറകിൽ എന്നാണ്. ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള MP-മാരെയൊക്കെ പരാമർശിക്കുക. ജോൺ ബ്രിട്ടാസും V ശിവദാസനും അതേപോലെ A റഹീമും നമ്മുടെ ആനി രാജയും K രാധാകൃഷ്ണനും അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ MP-മാർ, MA ബേബിയെയും D രാജയും പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ, അവരെല്ലാം കൂടെ ചേരുമ്പോൾ എന്താണ്, ഇതേതോ പാറ്റകളല്ല. ഇടതുപക്ഷം എന്ന് പറയുന്ന ലോകത്ത് തന്നെ സാർവദേശീയ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സലി ശക്തമായൊരു വലിയ ദർശനവും വലിയ പ്രത്യയശാസ്ത്രവും ഐഡിയോളജിയും ഇവരുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ സമരത്തിന് കിട്ടുന്ന ഒരു ലെജിറ്റിമസി ഉണ്ട്. അത് ഇടതുപക്ഷം പ്രൊവൈഡ് ചെയ്തു. അതോടൊപ്പം രണ്ടാമത്തെ കാര്യം മിലിറ്റൻസി. ഇപ്പം ഡൽഹിയിൽ ഈ സമരം തുടങ്ങുന്ന സമയത്ത് ഇപ്പം ഇഷ ഡൽഹിയിൽ പോകാൻ പ്ലാൻ ചെയ്ത ആളാണ്. അവിടെ പുറപ്പെടുമ്പോഴേക്ക് ആ സമരം അവസാനിച്ചു, മന്ത്രി രാജിവെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ നിന്ന് കുറെ SFIക്കാർ പോയി, DYFIക്കാർ പോയി. ഒരു സമരത്തിൽ പോയി അടിച്ചമർത്തുമ്പോൾ ആ സമരത്തിൽ വരുന്ന ഒഴുക്കിനെ, ആ ഒരു ഫ്ലോയെ നിലനിർത്തുന്നത് ഇത്തരത്തിലുള്ള വലിയ സംഘടനാ തലത്തിൽ ശക്തമായ സംഘടനകളുടെ പങ്കാളിത്തവും പ്രാതിനിധ്യവുമാണ്. നോർത്ത് ഇന്ത്യയിലാകമാനം അല്ലെങ്കിൽ ഇന്ത്യയിലാകമാനം തന്നെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഈ സമരത്തിലേക്ക് ഇറക്കി ഇതിനെ ഒരു മിലിറ്റന്റ് ഫോഴ്സ് ആക്കി നിലനിർത്തുന്നതിൽ കൂടി ഇടതുപക്ഷം വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ ലെജിറ്റിമസിയുടെയും മിലിറ്റൻസിന്റെയും കൂടെ ബലത്തിലാണ് മറ്റ് പാർട്ടികളുണ്ട് കേട്ടോ. ഞാൻ അതിനെ ഒന്നും റദ്ദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റനേകം കൂട്ടായ്മകളുണ്ട്. ആം ആദ്മി പാർട്ടിയെ പോലെയുള്ള മറ്റ് സോഷ്യൽ ഗ്രൂപ്പുകളുണ്ട്, മനുഷ്യാവകാശ സംഘടനകളുണ്ട്, മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, അതേപോലെ നിയമജ്ഞരുണ്ട്. അപ്പൊ എന്റെ നാട്ടുകാരനായ ഒരു ജെയ്മോൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു വക്കീലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അവിടെ നിയമസഹായം നൽകാൻ വേണ്ടി ഒരു പ്രത്യേക സ്റ്റോൾ ഇട്ടതായിട്ട് ഞാൻ വാർത്തകളിൽ കണ്ടു. അപ്പൊ അങ്ങനെ നാനാ തുറകളിൽ നിന്ന് കിട്ടിയ വലിയൊരു പിന്തുണയുണ്ട്. ആ പിന്തുണയിൽ ഇടതുപക്ഷത്തിന്റെ പങ്ക് വലുതാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പക്ഷെ അത് ഞങ്ങൾ പ്രത്യേകം ഓൺ ചെയ്യാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ ഒരു ക്രെഡിറ്റ് ആയി ഞങ്ങൾ അതിനെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന, ഇടതുപക്ഷം കൂടെ വലിയ പങ്ക് വഹിച്ച ഒരു സമര മുന്നേറ്റം എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിനെ കാണുന്നു. അല്ലാതെ ഞങ്ങൾ അങ്ങ് ഇറങ്ങിയത് കൊണ്ട് ജയിച്ചു എന്ന് പ്രത്യേകം പോസ്റ്റർ അടിക്കുന്ന തരത്തിലുള്ള ഒരു തരം എന്താ പറയാ ഒരു തരം പൊളിറ്റിക്സ് ഞങ്ങൾ ഈ ഘട്ടത്തിൽ കൈക്കൊള്ളുന്നില്ല. ഇഷ, അപ്പം ഇവരത് ഈ ഇടത് വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ഈ പ്രൊട്ടസ്റ്റിനെ സ്ട്രോങ് ആക്കിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. അവിടെ ഹങ്കർ സ്ട്രൈക്കിന് ഇരുന്ന സ്റ്റുഡൻസ് കൂടുതലും ലെഫ്റ്റ് വിങ് ഓർഗനൈസേഷൻസിനാണ്. ISA SFI പോലുള്ള ഓർഗനൈസേഷൻസിലെ സ്റ്റുഡൻസ് ആണ് കൂട്ടത്തിൽ ഇരുന്നിട്ടുള്ളത്. വേറെ അവിടെ ഏറ്റവും ആദ്യം സപ്പോർട്ടിന് എത്തിയത് എല്ലാം ലെഫ്റ്റ് വിങ് ഓർഗനൈസേഷൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഓപ്പോസിഷനിലെ വേറെ പല പാർട്ടികളും എത്തിയത്. പക്ഷെ എന്നാൽ എനിക്ക് പേഴ്സണലി കാണാൻ പറ്റിയത് അവർ ആ ക്രെഡിറ്റ് മൊത്തം അവരെടുക്കുന്നില്ല. അവർ ആ ഡ്യൂ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും. CJPക്കും CJPന്റെ ലീഡർഷിപ്പിനും ആ മൂവ്മെന്റ് ഉണ്ടാകാൻ കാരണം തന്നെ CJPയുടെ അഭിജിത് ദിപ്കെ, സോനം വാങ്ചുക് പോലുള്ള ആൾക്കാരാണ് അത്രയും പോപ്പുലറൈസ് ചെയ്തത്. അതുപോലെ അവിടെ എത്തിയ ഓരോ പ്രൊട്ടസ്റ്ററും അവരാരും ഒരു പാർട്ടി അഫിലിയേഷൻസോ മേ ബി ഐഡിയോളജിക്കലി ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അവർക്കെല്ലാം ഉള്ള ആ ഒരു ഇതും അത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ലെഫ്റ്റ് വിങ് ഓർഗനൈസേഷൻസ് എനിക്ക് തോന്നുന്നു അവരുടെ പങ്ക് ആൾക്കാരുടെ മുന്നിലോട്ട് വെക്കുന്നതെന്ന്. പക്ഷെ അങ്ങനല്ല വേറെ പലരും ചെയ്യുന്നത്. അതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ സമരത്തിൽ ഉയർത്തപ്പെട്ട ചിത്രങ്ങൾ ആരുടേതാണ്? ഒന്ന് അംബേദ്കർ ആണ്, ഭഗത് സിംഗ് ആണ്, മഹാത്മാഗാന്ധിയാണ്, ചെഗുവേര പോലുമാണ്. അപ്പം വിപ്ലവത്തിന്റെ പലതരം പ്രതീകങ്ങളായിട്ടാണ് ഭരണഘടനാ ശില്പി വരുന്നു, 19 വയസ്സിൽ കഴിവിലേറ്റപ്പെട്ട ഭഗത് സിംഗ് വരുന്നു. ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം രാഷ്ട്രീയം ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ ദളിത്, പിന്നോക്ക, മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൂടെ വലിയ പിന്തുണയുണ്ട്. അതോടൊപ്പം ഇടതുപക്ഷത്തിന്റെ പിന്തുണയുണ്ട്. എല്ലാവരും കൂടെ ചേരുന്ന ഒരു കാര്യമുണ്ട്. അവിടെയാണ് ചിലർ, നേരത്തെ ഇഷ പറഞ്ഞതിന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ ക്ലാരിറ്റി വരുമെന്ന് വിചാരിക്കുന്നു, ഹാപ്പി ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ പോവുക എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയിട്ട് സമരത്തിലേക്ക് ഇറക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ജാള്യത ഉണ്ടല്ലോ അവിടെ. എന്നിട്ട് നേരെ ബർത്ത്ഡേ കേക്കിനല്ല സമരത്തിനാണ് കൊണ്ടുപോകുന്നത് എന്ന്
തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന ജാള്യത പലരുടെയും മുഖത്ത് കാണുന്നുണ്ട് എന്നുള്ള അത്തരത്തിലൊരു ജാള്യത കേരള മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും പ്രകടമായി കണ്ടോ എന്നുള്ളൊരു തോന്നലും എനിക്കുണ്ട്. ഞാൻ ഈ ഘട്ടത്തിൽ നമ്മൾ പറയാവുന്ന ഒരു രാഷ്ട്രീയമല്ല, ഞാൻ സന്ദർഭവശാൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ തുടക്കം മുതൽ ആദ്യം മൈൻഡ് ചെയ്തിട്ടില്ല, സമരത്തെ മൈൻഡ് ചെയ്തിട്ടില്ല ഗോഡി മീഡിയ എന്ന് നമ്മൾ കോട്ട് ചെയ്ത് തന്നെ പറയണം. ഗോഡി മീഡിയ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം അങ്ങനെ ഒരു സമരം അവിടെ നടക്കുന്നുണ്ടെന്നോ ഒന്നും മൈൻഡ് ആക്കിയിട്ടില്ല. പക്ഷേ ജെൻസിക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. അവർ സോഷ്യൽ മീഡിയയിൽ കൂടെ ജനങ്ങളിലേക്ക്, രാജ്യം മൊത്തമുള്ള ജനങ്ങളിലേക്ക് എത്തി. അതിനുശേഷം ഇവരങ്ങോട്ടേക്ക് വരേണ്ടി വന്നു, നിർബന്ധിതരായി ശരിക്കും പറഞ്ഞാൽ ജന്തർ മന്ദറിലേക്ക് വന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവരവിടെ എത്തിയിട്ട് അവിടെ സർക്കാരിന് സപ്പോർട്ടീവായിട്ട് സമരത്തിനെതിരായിട്ടുള്ള രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല കുത്തിത്തിരിപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവിടെ വന്നിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് നേരെ, വനിതാ മാധ്യമപ്രവർത്തകർക്ക് നേരെ സമരത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് മൊളസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ടച്ച് ബാഡ് ആയിരുന്നു, പല തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തി ഈ സമരത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമരത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് എങ്ങനെയാണ്? ഈ മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ ആസൂത്രിതമായി ഇവർ ചെയ്തൊരു പണി എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളെ വിലക്കെടുക്കുക എന്നുള്ളതാണ്. ഓരോ മാധ്യമങ്ങളായിട്ട് അവർ പർച്ചേസ് ചെയ്തു, വഴങ്ങാത്തവരെ വിലക്കേർപ്പെടുത്തി, അതിന് പ്രതിരോധം ഉയർത്തുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ മേധാവികളെയും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരെയും ജയിലിലടച്ചു. ഇങ്ങനെയെല്ലാം കൊണ്ടുപോയി. അപ്പൊ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ സ്വരം എന്നുള്ള നിലയിൽ ഈ ഫോർത്ത് എസ്റ്റേറ്റ് ഉയർന്നു വരരുത് എന്നിവർ ആസൂത്രണം ചെയ്ത് തന്നെയാണ് പോയത്. പക്ഷെ അതിന് ശക്തമായ ഒരു പ്രതിരോധം ഉയർത്തിയ ഒന്ന് രണ്ട് ഫാക്ടറുകളുണ്ട്. അതിലൊന്ന് മലയാള മാധ്യമങ്ങൾ. മലയാള മാധ്യമങ്ങൾ ഇതിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഈ സമരത്തിന്റെ ആദ്യഘട്ടം മുതൽ എനിക്ക് തോന്നുന്നു റിപ്പോർട്ടറിന്റെ PR സുനിലൊക്കെ ഡൽഹി തന്നെയായിരുന്നു. കുറെ മുഖങ്ങൾ നമ്മൾ അവിടെ കണ്ടു. എല്ലാ മലയാള ചാനലുകളുടെയും പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മലയാള മാധ്യമങ്ങൾ ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചു. മറ്റൊന്ന് ഈ ബദൽ മാധ്യമങ്ങളാണ്, ഓൺലൈൻ മാധ്യമങ്ങളും മറ്റും ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറയാറുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ. ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നുള്ളതിൽ നിന്ന് മാറി മൂലധന മാധ്യമങ്ങൾ അല്ലെങ്കിൽ മേൽക്കോയ്മ മാധ്യമങ്ങൾ എന്ന് പേരിട്ട് വിളിക്കാവുന്ന ഈ കോർപ്പറേറ്റ് മീഡിയ ഈ സമരത്തോട് കാണിച്ച വലിയ നിസ്സംഗതയും അതോടൊപ്പം ഈ സമരഭൂമിയിൽ വന്ന് ഈ സമരത്തെ ആകെ തകർക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടിങ്ങും ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന കാര്യം എന്ന് പറയുന്നത് ഈ ബദൽ മാധ്യമങ്ങളുടെ സ്വാധീനവും മലയാള മാധ്യമങ്ങൾ അതിൽ നടത്തിയ ഇടപെടലുകളും അതോടൊപ്പം തന്നെ ഓരോ ആളും മാധ്യമമായി മാറി. നിങ്ങളൊക്കെ ജേർണലിസം പഠിക്കുമ്പോൾ മാസ് മീഡിയ എന്ന് പറയുന്നത് പൊതുവെ ദൃശ്യമാധ്യമങ്ങളെയും ശ്രാവ്യ മാധ്യമങ്ങളെയും ഒക്കെ ആണല്ലോ, ഓഡിയോ വിഷ്വൽ ജേർണലിസം, ഇതാണല്ലോ നമ്മൾ മാസ് മീഡിയ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ മാസ് ജനത തന്നെ, സമരത്തിൽ അണിനിരക്കുന്നവർ തന്നെ സ്വയം മാധ്യമങ്ങളായി. സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളിൽ അവരുടെ ഫോൺ എടുത്തിട്ട് അവർ വീഡിയോ ചെയ്യും. അതിൽ അഭിനവ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റ് ചെയ്ത ഒരു പയ്യന്റെ ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞ ദിവസം പൂട്ടി. SFI ഡൽഹി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടുകയുണ്ടായി. അപ്പോൾ നിരവധിയായ മാധ്യമങ്ങൾ, എന്തിനധികം ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പേജ് തന്നെ മില്യൺ കണക്കിന് ഫോളോവേഴ്സിനെ സമ്പാദിച്ചുകൊണ്ടാണ് ആദ്യം കടന്നു വരുന്നത്. അതാണ് മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ മീഡിയ എന്ന് നമ്മൾ വിളിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ. അപ്പൊ നിങ്ങൾ എത്ര തന്നെ മാധ്യമങ്ങളെ ഈ ഗവൺമെന്റ് വിലക്കെടുത്താലും അതിനെല്ലാം മറികടക്കാവുന്ന നിലയിലുള്ള ഒരു ബദൽ മാധ്യമ ശൃംഖലയെ ഞങ്ങൾ മുന്നോട്ട് വെക്കും എന്ന് ഈ സമരക്കാർ പ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. ഓൺലൈൻ നമ്മൾ നോക്കുവാണെങ്കിൽ കുറെ നാളായിട്ട് എനിക്കൊരു നോർത്ത് ഇന്ത്യൻ ജൻസീന്റെ ഇടയ്ക്ക്, അതായത് BJP സപ്പോർട്ടിങ് അല്ലാത്ത ജൻസിയുടെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഓൺലൈൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവർ പറയുന്നത് അത് TV അവരിപ്പോ ന്യൂസ് ആയിട്ട് കാണാറില്ല, അതൊരു എന്റർടൈൻമെന്റ് പോലെ കാണാറുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ സ്റ്റാറ്റിസ്റ്റിക്കലി ഇത് എത്രമാത്രം ഉണ്ട്, അല്ലെ എത്രമാത്രം ആൾക്കാർ അങ്ങനെയാണെന്ന്. പക്ഷെ അങ്ങനെയുള്ള അഭിപ്രായം ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ആൻഡ് ഈ പ്രൊട്ടസ്റ്റിന്റെ സമയത്തും അവർ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാണ്. ലൈക്ക് എനിക്ക് ഏറ്റവും എന്തുവാ പണ്ട് തൊട്ട് എനിക്ക് ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് അത് അങ്ങനെ തന്നെ എനിക്ക് ഇപ്പോഴും എനിക്കത് പ്രോസസ് ചെയ്യാൻ പറ്റാത്തത് അവർ ശരിക്കും ജനങ്ങളെ എത്ര മണ്ടന്മാരായിട്ടാണ് കാണുന്നതെന്നുള്ളതാ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവരറിയില്ല അതും ഈ കാലത്ത് എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ്, അവരോട് എന്തും പറയാം, എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര തൊലിക്കെട്ടി തന്നെ. പക്ഷെ എന്നാൽ അതിനെ ബൈപ്പാസ് ചെയ്യുന്ന രീതിയിലായിട്ട് ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാം ജൻസി തന്നെ അവർക്ക് വേറെ ഇതിന്റെ ആവശ്യമില്ല. ശരിക്കും ആ ആൽഗോരിതം ഇവരൊന്ന് അത്യാവശ്യം ആൽഗോരിതത്തിൽ ഒരു മൈലേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മുന്നോട്ട് പൊക്കോളും. പക്ഷെ അതേ സെയിം സാധനം പ്രോപ്പഗാൻഡ വീഡിയോസിനും ഉണ്ട്. പ്രോപ്പഗാൻഡ വീഡിയോസ് അതേ ആൽഗോരിതം യൂസ് ചെയ്തിട്ട് ഒരുപാട് പേരുടെ ഫീൽഡിൽ എനിക്കറിയാം ഈ പ്രൊട്ടസ്റ്റിന്റെ ഒറിജിനൽ വീഡിയോസ് വരുന്നതിന് പകരം ഈ ഫേക്ക് ആയിട്ടുള്ള മാലിഷ്യസ് ഇന്റന്റോട് കൂടി തന്നെ പ്രചരിപ്പിക്കുന്ന വീഡിയോസ് ആണ്. അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട്. പക്ഷെ
ഒരു പരിധി വരെയും ഇൻസ്റ്റഗ്രാമിനെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആപ്സിനെ അവരൊരു ഓൾട്ടർനേറ്റ് ന്യൂസ് ഔട്ട്ലെറ്റ് പോലെ ആക്കി. ആൻഡ് അതുപോലെ തന്നെ ഈ നോർത്ത് ഇന്ത്യയെ ബേസ് ചെയ്തിട്ടുള്ള ഓൾട്ടർനേറ്റ് മീഡിയാസ് കുറെ പേര് എനിക്കൊന്ന് പീക്ക് TV ഒക്കെ പോലുള്ളവര് അവര് നമ്മൾ ശരിക്കും കമന്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ലൈക്ക് ഭയങ്കര പ്രൈസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവർ റെസ്റ്റ് നമ്മൾ ഓർക്ക് ഇവർ എപ്പോഴാണ് കിടക്കുന്നതെന്ന്. കാരണം ഉറങ്ങുന്നുണ്ടോ, കഴിക്കുന്നുണ്ടോ? കാരണം ഓരോ മണിക്കൂർ ഇവരുടെ ഓരോ വീഡിയോ ഉണ്ട്. സെയിം ആൾക്കാർ, അവർക്ക് വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ല മാറി മാറി റിപ്പോർട്ടേഴ്സിനെ വെക്കാനോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർ ഫുൾ ടൈം 24/7 കവറേജ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വാവ്, ഇതാണ് ഇന്ത്യ മിസ് ചെയ്ത ജേർണലിസം എന്ന് എനിക്കൊന്ന് അങ്ങനെ നമ്മൾ വിചാരിക്കും. അതുപോലെ മലയാളം മീഡിയാസിൽ ഐ തിങ്ക് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടല്ല, പക്ഷെ ഞാൻ ജെനുവൻലി പറയുന്നത് റിപ്പോർട്ടർ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് റിപ്പോർട്ടിങ് ചെയ്തത് റിപ്പോർട്ടർ തന്നെയാണ്. ഞാൻ ഒത്തിരി അങ്ങനെ ന്യൂസ് ചാനൽസ് അങ്ങനെ മലയാളം ഇരുന്ന് കാണത്തില്ലെങ്കിലും എൻ്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, റിപ്പോർട്ടർ നോക്കിക്കുക, അവരെന്ത് നല്ലതായിട്ടാണ് ചെയ്യുന്നത്, ബാക്കി ചാനൽസിന് നോക്ക് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. സോ അത് ഞാൻ റിപ്പോർട്ടറിന് ഇപ്പൊ ഞാൻ ആ ഒരു എന്താ അപ്രീസിയേഷൻ ഞാൻ അറിയിക്കുകയാണ്. ലൈക്ക് താങ്ക് യു. മലയാള മാധ്യമങ്ങൾ പറയുമ്പോൾ ജനൻ TV ആണ് ഒരു ചാനൽ എന്നുള്ള നിലക്ക് നിന്നുള്ളൂ, അത് അവരുടെ പണിയാണെന്ന് വെക്കാം. പിന്നെ ഈ മറുനാടൻ മലയാളിയും ഈ ഭാരത് ലൈവും അങ്ങനെ തുടങ്ങിയ കുറച്ച് സംഘീയ പ്രൊപ്പഗണ്ട പേജുകളാണ്. അത് ഒഴിച്ചു നിർത്തിയാൽ മലയാള മാധ്യമങ്ങൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി ഈ പൊസിഷൻ എടുത്തു എന്നുള്ളത് വളരെ അഭിമാനകരമായി നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രതിഷേധം വിജയിച്ചു, CJPന്റെ പ്രതിഷേധം വിജയിച്ചു എന്ന് പറയുന്ന സമയത്ത് തന്നെ അത് എത്രത്തോളം വിജയം കണ്ടു എന്നുള്ളത്, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോട് കൂടിയിട്ട് ഈ സമരം പൂർണ്ണമായും വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പൂർണ്ണമായിട്ട് ഇപ്പൊ അതൊരു വിജയം തന്നെയാണ്. എങ്ങനെയാണെങ്കിലും അതൊരു വിജയം തന്നെയാണ്. കാരണം ഇത്രയും അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു ഗവൺമെന്റിനെ, ഒരു പ്രൊട്ടസ്റ്റിനോടും റെസ്പോണ്ട് ചെയ്യാത്തൊരു ഗവൺമെന്റിനെ കൊണ്ടൊരു, അതും അത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ രാജി. നമുക്കറിയാം ഒഡീഷയിലെ ഇലക്ഷൻ ഒക്കെ ജയിക്കാനായിട്ട് ഭയങ്കര കീ ഫിഗർ ആയിരുന്നു. അദ്ദേഹത്തിനെ രാജിവെപ്പിച്ചത് അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ ആകെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ആളെ ആ പൊസിഷനിൽ നിന്ന് മാറ്റിയിട്ടേ ഉള്ളൂ. ഇപ്പോഴും ആ ആള് മാറിയാലും ആ സിസ്റ്റം ഇപ്പോഴും ബ്രോക്കൺ ആണ്. ആ സിസ്റ്റത്തിനെ ഇനി നമ്മൾ വീണ്ടും ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്, റിഫോം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഇനി ഒരാളെ മാറ്റി അടുത്ത ആളെ കൊണ്ടുവന്നത് കൊണ്ട് അവിടുത്തെ ഇത് തീരുന്നില്ല. ഇനി ഒരുപാട് എഫേർട്സ് ഇടാനുണ്ട്, ഒരുപാട് നല്ല സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തണം. നമ്മുടെ കരിക്കുലം അതിനനുസരിച്ച് ഇപ്പൊ മാറുന്ന ലോകത്തിനനുസരിച്ചുള്ള ഒരു കരിക്കുലം നമുക്ക് ഫോം ചെയ്യാൻ പറ്റണം. ഓരോ സ്റ്റുഡന്റ് ഇപ്പൊ അറിയാം, ലൈക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മളെല്ലാരും കാണുന്നത് പല സ്കൂളിന്റെ അവസ്ഥ എന്താണെന്ന്. ഇന്ന് ഞാൻ ഒരു റീൽ കണ്ടത്, ജെൻ ആൽഫ ആണ് അടുത്ത പ്രൊട്ടസ്റ്റിന് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട്. നോർത്ത് ഇന്ത്യയിൽ ഞാൻ സ്ഥലം മറന്നുപോയി, ഒരു സ്കൂളിന്റെ ഫ്രണ്ടിൽ അവിടെ ഒന്നുമില്ല, കറണ്ട് ഇല്ല, ബുക്സ് ഇല്ല, ടോയ്ലറ്റ്സ് ഒക്കെ അഴുക്കാണ്. അതിന് കൊച്ചു പിള്ളേർ ജെൻ ആൽഫ നിന്ന് സമരം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയുള്ള അവസ്ഥകളുള്ള ഒരുപാട് സ്കൂളുകളുണ്ട്. ടീച്ചേഴ്സിന്റെ മൈൻഡ് സെറ്റ് പലപ്പോഴും കുട്ടികളെ നെഗറ്റീവ്ലി ഒരുപാട് എഫക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരുപാട് കാര്യം ഇനിയും ഇപ്പൊ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഒരു പ്രൊട്ടസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇതിനെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ അതിനി ഒരുപാട് ദൂരം നമ്മൾ പോകാനുണ്ട്. ഈ NTA എന്ന് പറയുന്ന ഏജൻസി ഉണ്ടല്ലോ, എൻ്റെ അഭിപ്രായത്തിൽ അത് പിരിച്ചുവിടാം. SFI ശക്തമായ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിൻ്റെ ഒരു മുദ്രാവാക്യമായിരുന്നു സ്ക്രാപ്പ് NTA എന്ന്. അതൊരു നാഷണൽ ട്രോമ ഏജൻസി അല്ലെങ്കിൽ നാഷണൽ ടോർച്ചറിങ് ഏജൻസി എന്നൊക്കെ പേരിട്ട് വിളിക്കാവുന്ന ഒരു സംവിധാനമായി മാറി. കാരണം നെറ്റും നീറ്റും അടക്കമുള്ള NTA നടത്തുന്ന പരീക്ഷകളെല്ലാം അട്ടിമറിക്കപ്പെടുന്നല്ലോ. അപ്പം അത് പിരിച്ചുവിട്ട് ഒരു പകരം സംവിധാനം കൊണ്ടുവരണം. ഇപ്പൊ തന്നെ NTAയിൽ സ്ഥിരം ഉദ്യോഗസ്ഥരില്ല, താൽക്കാലിക ജീവനക്കാരെ വെച്ചാണ് ചെയ്യുന്നത്. സ്വകാര്യ ഏജൻസികൾക്ക് ഈ പരീക്ഷ നടത്തിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന ഈ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ കൂടെ ഒന്ന് അവസാനിപ്പിച്ച് ഗവൺമെന്റ് നേരിട്ട് ഓൺ ചെയ്യണം. എന്നാലേ ഗവൺമെന്റിന് ഇതിൽ അക്കൗണ്ടബിലിറ്റി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ആ നിലയിൽ ഈ NTA അടക്കമുള്ള സമ്പ്രദായങ്ങൾ മാറ്റുകയും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഒരു ഏകീകൃതമായ സെൻട്രലൈസ്ഡ് ആയ ഒരു നീറ്റ് പോലെ ഒരു പരീക്ഷ വേണോ മെഡിക്കൽ ആസ്പിറൻസിന് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പോലും പുനരാലോചിക്കണം. ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ എത്രത്തോളം ഇന്ത്യൻ GDPയുടെ പെർസെൻറ്റേജ് മാറ്റിവെക്കണം എന്നുള്ള ചോദ്യം പോലും ഇവിടെ ഉയരുന്നുണ്ട്. വളരെ തുച്ഛം ശതമാനം മാത്രമാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗവൺമെന്റ് മാറ്റിവെക്കുന്നത്. ഈ നിലയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രാഥമിക തലം മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള മേഖലയിൽ വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായ കുറേ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞാണ് ഈ ഗവൺമെന്റുകളെല്ലാം മുന്നോട്ട് പോയത്. അത് മാറാനും ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ സാർവത്രികവും സൗജന്യവും ശാസ്ത്രീയവുമായ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മേഖലയാക്കി മാറ്റാനുള്ള വലിയ ഇനീഷ്യേറ്റീവിന് ഗവൺമെന്റുകൾ നേതൃത്വം നൽകണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഉള്ളത്. ഈ സമരത്തിന്റെ തുടർച്ചയിൽ അത്തരം മുദ്രാവാക്യങ്ങളുമായി ഇന്ത്യയിലെ വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് പോകും എന്നാണ് വിചാരിക്കുന്നത്.